അധ്യക്ഷൻ, മഹല്ല് പ്രസിഡന്റ് കൂടിയായ കെ കുഞ്ഞു മുഹമ്മദ് ഹാജി സാഹിബ് സ്വാഗതം ആശംസിച്ച ഇർഷാദ് മങ്കട സാന്ദർഭികമായ ലളിത മനോഹരമായ അർത്ഥസമ്പുഷ്ടമായ ഹൃദയഭാഷ കൊണ്ട് വേദിയെ തുറന്നു തന്ന മഹല്ലിന്റെ ഖതീബും പ്രിയങ്കരനായ സുഹൃത്തുമായ ഉസ്താദ് ഹസൻ ദാരിമി, ബഹുമാന്യനായ സദർ മുഅല്ലിം ഹക്കീം ബാഖവി, മൊയ്തീൻകുട്ടി മുസ്ലിയാർ, അഷ്റഫ് മുസ്ലിയാർ, സിദ്ദീഖ് അൻവരി, അബ്ദുൽ മജീദ് കുഴിക്കാട്ടിൽ, ടി വി ഇക്ബാൽ സാഹിബ് പോലെയുള്ള എന്റെ പ്രിയങ്കരനായ ഈ ശബ്ദം ഇന്നലെയും അങ്ങനെ പല വേദികളിലുമായി ഇന്നും ലോകതലത്തേക്ക് തന്റെ സാന്നിധ്യം കൊണ്ടും ഇടപെടൽ കൊണ്ടും കൈമാറ്റം ചെയ്തുകൊണ്ടിരിക്കുന്ന നൂറുദ്ദീൻ തങ്ങൾ, സദസ്സിലെ മഹാന്മാരായ പണ്ഡിതന്മാർ, വന്യവയോധികരായ കാരണവന്മാർ, സ്നേഹത്തിന്റെ പ്രതീകങ്ങളായ ചെറുപ്പക്കാർ, വിശുദ്ധമായ താസ്വാഇന്റെ നോമ്പിന്റെ പകൽ സമയത്തെ ശാരീരിക ക്ഷീണം ഈ ആശുറായിന്റെ രാത്രിയിലെ വൈജ്ഞാനികമായ സ്വർഗീയ പൂങ്കാവനത്തിൽ വന്നിരിക്കുന്നതിന് തടസ്സമല്ലാത്ത വിധം ഇവിടെ ഒരുമിച്ചുകൂടി ഇൽമ കേൾക്കുന്ന പ്രിയപ്പെട്ട ഉമ്മമാർ, പെങ്ങന്മാർ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ ഈ സംഗമം അവനിലേക്ക് അടുക്കാനും ബന്ധപ്പെടാനും കാരണമായി നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ. നമ്മുടെ ദുന്യവിയായ ചെറിയ യാത്രക്കിടയിൽ ഈ കണ്ടുമുട്ടൽ, ഈ സംഗമം സ്വർഗീയ സന്തോഷ സംഗമത്തിനുള്ള കാരണമായി അള്ളാഹു സ്വീകരിക്കട്ടെ. അറിഞ്ഞും അറിയാതെയും ചെറുതും വലുതുമായി മറന്നും മനഃപൂർവ്വവും രാപ്പകൽ ഭേദമന്യ നമ്മളിൽ സംഭവിച്ച മനസ്സാ വാചാ കർമ്മണയുള്ള എല്ലാ തെറ്റുകളും അള്ളാഹു പുറത്ത് അതിന്റെ കറകൾ ഹൃദയത്തിൽ നിന്ന് തുടച്ച് വൃത്തിയാക്കി ഭാവിയെ നന്മകളെ കൊണ്ട് തഖ്വയോടെ അള്ളാഹുവിന്റെ പ്രീതിക്ക് വേണ്ടി സമർപ്പിക്കാൻ ഈമാനികമായ വെളിച്ചവും ഇൽമിയായ തെളിച്ചവുമുള്ള മുത്തഖീങ്ങളിൽ അള്ളാഹു നമ്മെ അവന്റെ ഔദാര്യം കൊണ്ട് ഉൾപ്പെടുത്തട്ടെ. ബിൻ നബിയിൽ മുസ്തഫ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്നൊരു വലിയ ഓർമ്മയുടെ രാത്രിയാണ്, ഒരുപാട് ഓർമ്മകളുടെ രാത്രിയാണ് ആശൂറ. ഈ ഭൂമിയിലേക്ക് മനുഷ്യൻ വന്നത് ഒരു വലിയ ഓർമ്മക്ക് വേണ്ടിയാണ്. വിശുദ്ധമായിട്ടുള്ള ഖുർആനിന്റെ ആരംഭം ബാ എന്ന അക്ഷരം കൊണ്ടാണ്. ബാ എന്നത് അറബ് അക്ഷരങ്ങളുടെ കൂട്ടത്തിൽ രണ്ടാമത്തെ അക്ഷരമാണ്. ഒന്നാമത്തെ അക്ഷരം അലിഫാണ്. പക്ഷെ ഖുർആൻ തുടങ്ങിയത് രണ്ടാമത്തെ അക്ഷരം കൊണ്ടാണ്. അതെന്തേ കാരണം? അത് വലിയൊരു ഓർമ്മയാണ്. ഏതാണ് ആ ഓർമ്മ? അലസ്തു ബി റബ്ബിക്കും. അള്ളാഹു ഒരു ബാറ്റിട്ടാണ് നമുക്ക് ഇൽമ തുടങ്ങിയത്. ഇൽമ എന്നത് മനുഷ്യനിപ്പോൾ ശരീരത്തിന്റെയും ആത്മാവിന്റെയും സംയുക്ത രൂപമാണ്. പക്ഷെ ശരീരമില്ലാതെ ആത്മാവ് മാത്രമാകുന്ന കാലത്ത് തന്നെ ഉദ്ഘാടനം ചെയ്ത ഒരു അമല്, അത് നോമ്പല്ല, ഹജ്ജല്ല, സക്കാത്തല്ല, അത് ഇൽമ. അവിടെ അള്ളാഹു തർബിയത്തിന്റെ ഏറ്റവും വലിയ റുബൂബിയത്തിന്റെ ഇൽമ പഠിച്ചപ്പോൾ പഠിപ്പിക്കുന്ന സമയത്ത് ബാ എന്ന അക്ഷരം കൊണ്ടാണ് പഠിപ്പിച്ചത്. അലസ്തു ബിറബ്ബിക്കും. അതിന് നമ്മൾ മറുപടി കൊടുത്തതും ബാ എന്ന അക്ഷരം കൊണ്ടാണ്. ഖാലു ബല. ഇതിനെ ഓർമ്മപ്പെടുത്താനാണ് ഖുർആൻ ബാ കൊണ്ട് തുടങ്ങിയത് എന്ന് ആരിഫീങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ ഒരു വലിയ ഓർമ്മയാണ്. എന്താണ് വെള്ളിയാഴ്ചയുടെ ഓർമ്മ? അതൊരു വലിയൊരു ഓർമ്മയാണ്. ഫീഹി ഖുലിഖ ആദമു മുഹമ്മദ് മുസ്തഫ. ആദം അലൈഹിസ്സലാം സൃഷ്ടിക്കപ്പെട്ടത് വെള്ളിയാഴ്ചയിലാണ്. അപ്പൊ ഒരു വലിയ ഓർമ്മയാണ്. എന്താണ് തിങ്കളാഴ്ചയിലെ ഓർമ്മ? ഫീഹി ഉലിദ മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് മുഹമ്മദ് നബി ഭൂമിയിലേക്ക് വന്ന ദിവസമാണ്. ആലമിലേക്ക് വന്ന ദിവസമല്ല, ഭൂമിയിലേക്ക് വന്ന ദിവസം.
മുഹമ്മദ് നബി ഭൂമിയിലേക്ക് വന്ന ഡേറ്റ് എനിക്ക് പറയാൻ കഴിയും. മുഹമ്മദ് നബി ആലമിലേക്ക് വന്ന ഡേറ്റ് പറയാൻ മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീലിന് പോലും കഴിയില്ല. അതാണ് മുഹമ്മദ് മുസ്തഫ. അപ്പൊ നമ്മൾ നോമ്പ് നോൽക്കുന്നു തിങ്കളാഴ്ച. എന്താണ് ദുൽഹിജ്ജിന്റെ പ്രത്യേകത? അതൊരു ഓർമ്മയാണ്, വലിയൊരു ഓർമ്മയാണ്. ഹജ്ജിലെ എല്ലാ അമലുകളും ഓർമ്മയാണ്. എന്താണ് മുഹറമിന്റെ പ്രത്യേകത? അത് വലിയ ഓർമ്മയാണ്. കാരണം ആദം അലൈഹിസ്സലാം സൃഷ്ടിക്കപ്പെട്ടത് മുഹറമിലാണ്. ആശൂറ 10 എന്നതിനെ കുറിക്കുന്നതാണ്. എല്ലാ മാസങ്ങളിലും ആശൂറ ഉണ്ട്, പക്ഷെ അത് മുഹറമിൽ മാത്രമാണ് അറിയപ്പെട്ടത്. കാരണം പ്രധാനപ്പെട്ട 10 സംഭവങ്ങൾക്ക് സാക്ഷിയായ ദിവസമാണ് ഈ രാത്രി. എന്റെ പ്രിയപ്പെട്ട സഹൃദയരേ, ആദം അലൈഹിസ്സലാം സൃഷ്ടിക്കപ്പെട്ടത്, ആദം അലൈഹിസ്സലാം സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കപ്പെട്ടത് അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وقلنا يا آدم اسكن أنت وزوجك الجنة وكلا منها رغدا حيث شئتما ولا تقربا هذه الشجرة فتكونا من الظالمين. ഇത് സംഭവിച്ചത് ആശൂറയുടെ ദിവസമാണ്. ആദം അലൈഹിസ്സലാമിനെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടതും തിരസ്കൃതനാക്കപ്പെട്ടതും ആശൂറയിലാണ്. ഫസല്ലഹുമാ ശൈത്വാനു ഫഅഖ്റജഹുമാ മിമ്മാ കാനാ ഫീഹി وقلنا اهبطوا بعضكم لبعض عدو ولكم في الأرض مستقر ومتاع إلى حين. അതിനും സാക്ഷിയായത് മുഹറം 10 ആശൂറ തന്നെ. പുറത്തു വന്നതും ആശൂറായി. അതിന്റെ കാരണത്താൽ ആദം നബി അലൈഹിസ്സലാം നേരെ വന്നത് ഇന്ത്യയിലേക്കാണ്. അന്ന് സിലോൺ ഇന്ത്യയുടെ ഭാഗമാണ്. അതും മുഹറം 10. എന്നിട്ട് അവിടെ ഇരുന്നിട്ടാണ് കരയാൻ തുടങ്ങി. കരഞ്ഞ് 40 പ്രാവശ്യം അബുൽ ബസർ ആദം നബി അലൈഹിസ്സലാം ബോധം കെട്ട് വീണുപോയി. ഇന്ത്യയിൽ വെച്ച് 40 പ്രാവശ്യം ബോധരഹിതനായി വീണുപോയി. പൊട്ടി പൊട്ടി കരഞ്ഞു. ആദം അലൈഹിസ്സലാം ഇങ്ങനെ കരയുമ്പോ കണ്ണീരിങ്ങനെ ഇറ്റിച്ച് ഭൂമിയിലേക്ക് വീഴും. അവിടുന്നാണ് ഊതുണ്ടായത്. ഊതിന്റെ അത്തറും കോട്ടക്കാണ്ട് പോയാൽ പിന്നെ അതിന്റെ കടയാണ്. ഇന്ന് കേരളത്തിൽ മൊത്തം നടന്നാൽ 3-4 ബോർഡാണ് കൂടുതൽ കാണുക. ഒന്ന് കുഴിമന്തി, 2 മൂലക്കൂറ് ഓപ്പറേഷൻ കൂടെ സുഖപ്പെടുത്തുന്നു, 3 ഊതിന്റെ അത്തറും. ഇതൊക്കെയാണ് ഇപ്പൊ കൂടുതൽ കാണുക. പിന്നെ 4-മത്തൊന്നുണ്ട് ഹജ്ജ് ഉംറ സർവീസ്. ഞാൻ ഈ കേരളത്തിൽ മൊത്തം നടന്നപ്പോ ഏറ്റവും കൂടുതൽ കാണാൻ കഴിഞ്ഞ ബോർഡും ഫ്ലക്സും ഇതാണ്. അപ്പൊ സത്യത്തിൽ ഈ ഊതൊക്കെ വന്നത് ഇവിടുന്നാണ്. വല്യപ്പാന്റെ കണ്ണീര് തട്ടിയത് അവിടുന്നാണ് ഊത് മുളച്ചതെന്നാണ്. അതുകൊണ്ട് അതിന് ആ സ്മെല്ല് കിട്ടിയത്. ചന്ദനം ഉണ്ടായത് അവിടുന്നാണ്, ആദം നബി അലൈഹി ഇസ്ലാമിന്റെ കണ്ണീരിന്നാണ്. ഇഞ്ചി ഉണ്ടായതും ആദം നബി അലൈഹി ഇസ്ലാമിന്റെ കണ്ണീരിന്നാണ് ഇമാമിങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പൊട്ടി പൊട്ടി കരയുകയാണ്. മുഅ്മിനായ മനുഷ്യന്റെ കണ്ണുനീര് വലിയ ബറക്കത്തുള്ള വെള്ളമാണ്. കൂട്ടത്തിൽ ഞാനൊന്ന് പറയട്ടെ, അല്ലാഹനെ ഓർത്തുകൊണ്ട് കരയാൻ നമുക്ക് സമയം കിട്ടണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അങ്ങനെ കരയുമ്പോൾ പ്രിയപ്പെട്ട മോനെ മോളെ ആ കണ്ണുനീര് ശരീരത്തിൽ അങ്ങ് തുടച്ചോ. കാരണം അല്ലാഹനെ പേടിച്ച് കരയുന്ന കണ്ണുനീര് തട്ടിയ സ്ഥലോ നരകത്തിൽ പോകൂല. നബിയുനാ മുഹമ്മദ് മുസ്തഫ അത് നബി അലൈഹി സ്വലാം ഇങ്ങനെ കരയുന്ന സമയത്ത് അല്ലാഹ് പറയും, ആ കണ്ണീര് വെറുതാക്കണ്ട, എടുത്തിട്ട് ശരീരത്തിലൊക്കെ ഒന്ന് തൊട്ടാളി. നമ്മള് കരയിലുണ്ടോ അള്ളാഹിനോർത്ത്? ഇപ്പൊ നോമ്പറന്നപ്പോ മുളക് കൂട്ടാൻ കൂട്ടിയിട്ട് കരഞ്ഞിട്ടുണ്ടാവും, കണ്ണിന്ന് വെള്ളം എടുത്തിട്ടുണ്ടാവും.
ഏതെങ്കിലും ഒരു സമയത്ത് അള്ളാന്ന് വിളിച്ച കരഞ്ഞ ആളുകള് കൈ പൊക്കിക്കേന്ന് ഞാൻ ചോദിക്കണില്ല, കാരണം അത് ചോദിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ എല്ലാരും കൂടിയാണ് പൊക്കിയിട്ട് ഞെട്ടിക്കോ. അതുകൊണ്ടാണ് ഏതെങ്കിലും ഒരു സമയത്ത് അള്ളാന്ന് വിളിച്ച കരഞ്ഞ ആൾക്കാർ എത്ര ഉണ്ട്? മോനേന്ന് വിളിച്ച് കരഞ്ഞിട്ടുണ്ട്, പാന്ന് വിളിച്ച് കരഞ്ഞിട്ടുണ്ട്, വല്യമ്മാന്ന് വിളിച്ച് കരഞ്ഞിട്ടുണ്ട്, പാസ്പോർട്ട് എന്ന് വിളിച്ച് കരഞ്ഞിട്ടുണ്ട്. കാണാതായപ്പോ ബുദ്ധിയില്ലാത്തൊരു സാധനത്തിന് വിളിച്ച് കരഞ്ഞു, പാസ്പോർട്ട് കാണാതായപ്പോ കരഞ്ഞു. പൈസ എന്ന് പറഞ്ഞ് കരഞ്ഞിട്ടുണ്ട് അല്ലേ? കരയാണ്. മഹാനായ സഹൽ ഇബ്നു അബ്ദില്ലാന്റെ അടുത്തേക്ക് ഒരു ചെറുപ്പക്കാരൻ വന്നിട്ട് പൊട്ടി പൊട്ടി കരയാണ്. എന്റെ പൊന്നെ, എന്റെ പണം, ഇത് പറഞ്ഞ് കരയന്നെ. അപ്പൊ സഹൽ ഇബ്നു അബ്ദില്ലാ പറഞ്ഞു, പൊന്നെ പണം എന്ന് വിളിച്ചിട്ട് എന്നാ കരയണ, അള്ളാനെ വിളിച്ച് കരഞ്ഞൂടെ എന്ന് വെച്ചു. അല്ല, അത് ഇന്നലെ പുരയിൽ ഒരു കള്ളം കയറിയിട്ടൊക്കെ കട്ടെടുത്തോണ്ടായതാണ്. അതിൽ സഹൽ ഇബ്നു അബ്ദില്ലാ പറഞ്ഞു അൽഹംദുലില്ലാഹ്. അപ്പൊ ചെറുപ്പക്കാരൻ പറഞ്ഞു, ഉസ്താദ് കളിയാക്കല്ലിന്ന്. പൊന്നും പണൊക്കെ പൊരയിന്ന് പോയിന്ന് പറഞ്ഞപ്പോ അൽഹംദുലില്ലാഹ്. അതിൽ ഈ ചെറുപ്പക്കാരൻ കരഞ്ഞിട്ട് പറഞ്ഞു, ഉസ്താദേ, ഞാനൊരു ആശ്വാസത്തിന്റെ വർത്തമാനം കേൾക്കാൻ ഒഴിഞ്ഞ മനസ്സിൽ നിറഞ്ഞ പ്രതീക്ഷയുമായ അങ്ങയുടെ അരികിലെത്തിയത് കളിയാക്കല്ല, പരിഹസിക്കല്ല ഉസ്താദ്. ഇവിടെ അൽഹംദുലില്ലാഹ് പറയാനുള്ള അവസരമില്ല, ഇന്നാലില്ലാഹി അല്ലേ ചൊല്ലേണ്ടത്. ആ സമയത്ത് സഹൽ ഇബ്നു അബ്ദില്ലാ പറയുകയാണ്, പൊന്നുമോനെ, വീട്ടിന്റെ അലമാറയിൽ നീ സൂക്ഷിച്ച പൊന്നല്ലേ കള്ളൻ മോഷ്ടിച്ചിട്ടുള്ളോ? ഖൽബാകുന്ന അലമാറയിൽ നീ സൂക്ഷിച്ച ഈമാന് ശൈത്താനാകുന്ന കള്ളൻ മോഷ്ടിച്ചിട്ടില്ലല്ലോ. അതുകൊണ്ട് അൽഹംദുലില്ലാഹ്. ഇതാണ് മഹാന്മാരെ ചിന്ത, ഇതാണ് മഹാന്മാരെ ചിന്ത. ഈ കൽബിലൊരു ഇവിടെ ഒരു അലമാരുണ്ട്, ഇതില് വലിയ പൊന്നുണ്ട്, ഇതിലുണ്ട് വലിയ പൊന്ന്. ഇത് കള്ളനാകുന്ന ശൈത്താന് മോഷ്ടിക്കോന്നാണ് ഓലെ എപ്പോഴുള്ള വേജാറ്. മഹാനായ ആദം അലൈഹിസ്സലാം കരയുകയാണ്. ആദം അലൈഹിസ്സലാമിന്റെ ഹർജി അല്ലാഹു സ്വീകരിച്ചുകൊണ്ട് സങ്കടം സ്വീകരിച്ചുകൊണ്ട് മാപ്പ് കൊടുത്തത് ഈ രാത്രിയിൽ തന്നെ. അപ്പൊ ഇത് കരേണ്ട രാത്രിയാണ്. ഈ ആശൂറാന്റെ ദിവസമാണ് അല്ലാഹു തആല സങ്കടം സ്വീകരിച്ചത്. ആദമേ കരയണ്ട. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ആദം അലൈഹിസ്സലാം എന്തായിരുന്നു? പ്രത്യേകമായ മറുപടി ഒന്നും കണ്ടില്ല. ആദം അലൈഹിസ്സലാം എന്തായിരുന്നു? അല്ലാഹുമ്മ ഇന്നി അസ്അലുക ബിഹഖി മുഹമ്മദിൻ, അല്ലാഹുവേ മുഹമ്മദിന്റെ ഹക്ക് കൊണ്ട് എന്റെ ദോഷം പൊറുക്കണേ റബ്ബേ. അല്ലാഹു ചോദിച്ചു, കൈഫ അറഫ്ത മുഹമ്മദൻ, നിങ്ങൾ എങ്ങനെയാണ് മുഹമ്മദിനെ പരിചയപ്പെട്ടത്? വലം അഖ്ലുഖുഹു, ഞാൻ ആ മുഹമ്മദിനെ പടച്ചിട്ടില്ലല്ലോ. കേൾക്കണേ, ഇന്നത്തെ രാത്രിയിൽ പേരിന്റെ മഹത്വം കേൾക്കണേ. മുഹമ്മദുൽ മുസ്തഫൽ മുഖ്താർ സയ്യിദുൽ കൗനൈനി ത്വഹ വയാസീൻ ഹബീബുനാ അഹ്മദ് മുസ്തഫ അന്നബി സല്ലു അലൈഹി സ്വലവാത്തുല്ലാഹി അലൈഹി വയനാലുൽ ബറക കുല്ലു മൻ സല്ല അലൈഹി വയനാലുൽ ബറക കുല്ലു മൻ സല്ല അലൈഹി. അല്ലാഹ് 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 ഈ പരിശുദ്ധമായ സ്വർഗീയ ഭൂമികയിൽ നിന്ന് മദീന മലർവാടിയുടെ കസ്തൂരി മണ്ണിൽ വിശ്രമിച്ചുകൊണ്ട് മാലോകരുടെ മനനങ്ങൾ ഒപ്പിയെടുത്ത് പരീക്ഷണങ്ങളുടെ പ്രശ്നങ്ങളുടെ പുഞ്ചിരി തൂകി അല്ലാഹുവിനോട് പ്രാർത്ഥനാ നിരതനായി പരിഹാരത്തിന്റെ ക്ഷേമവാക്യം മുഴക്കി സ്വലാത്തിന്റെ പ്രണയ
അക്ഷരവീജികളെ ഏറ്റെടുത്തുകൊണ്ട് പാൽപുഞ്ചിരി സമ്മാനിക്കുന്ന പ്രാപഞ്ചിക പ്രതിഭാസങ്ങളുടെ ആമുഖമായ ഹൃദയത്തിന്റെ തുടിപ്പേ, ജീവിതത്തിന്റെ മധുരമേ, വിശ്വാസത്തിന്റെ ചരടും മുരടുമായ അടിസ്ഥാന കേന്ദ്രമേ, സ്നേഹത്തിന്റെ ഉറവിടമേ, നന്മയുടെ സമുദ്രമേ, കാരുണ്യത്തിന്റെ കടലേ, നബിയുനാ മുഹമ്മദ് മുസ്തഫ. പോരാ, ചെറുപ്പക്കാരൊന്നും ഉറക്ക സലാത്തല്ലേ. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആ മുസ്തഫ നബിയുടെ അഡ്രസ്സിലായി ആദം അലൈഹിസ്സലാം പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചപ്പോ അല്ലാഹു ചോദിച്ചു, ആദമേ കൈഫ അറഫ്ത മുഹമ്മദൻ, മുഹമ്മദ് നബിയെ നിങ്ങൾ എങ്ങനെയാണ് പരിചയപ്പെട്ടത്? ആദം അലൈഹിസ്സലാം പറഞ്ഞു, റബ്ബേ മുഹമ്മദ് നബി സൃഷ്ടിക്കപ്പെട്ടിട്ടില്ല എന്ന് എനിക്കറിയാം, പക്ഷേ ഫലമ്മാ റഫഅതു റഅസി, ഞാൻ എന്റെ തലയങ്ങ് ഉയർത്തിയപ്പോൾ ഞാൻ അർശിനെ കണ്ടപ്പോൾ അർശിൽ കൊത്തിവെക്കപ്പെട്ടിരിക്കുന്നു നിന്റെ പേരിന്റെ കൂടെ മുഹമ്മദ് എന്ന്. ഫറഫ്തു, അപ്പോൾ ഞാൻ ഉറപ്പിച്ചു, അന്നകലം തുലിഫ് ഇലസ്മിക ഇല്ലാ അഹബ്ബന്നാസി ഇലൈക, നീ നിന്റെ ഇസ്മിലേക്ക് ഒരു ഇസ്മിനെ ചേർത്തിട്ട് എഴുതി വെക്കണമെങ്കിൽ അത് മനുഷ്യകുലത്തിൽ നിന്ന് നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളുടെ പേരായിരിക്കും എന്ന് ഞാൻ മനസ്സിലാക്കിയപ്പോ അല്ലാഹുവേ ആ മഹാമനീഷിയെ അവലംബിച്ചുകൊണ്ട് ഞാൻ അങ്ങ് ഇടവേടിയതാണ്, അതുകൊണ്ട് എനിക്ക് നീ പൊറുക്കണേ അല്ലാ. ആ സമയത്ത് അബുൽ ബശർ ആദം നബി അലൈഹിസ്സലാമിനോട് അല്ലാഹു പറയുന്നു, ആദമേ നിങ്ങൾ പറഞ്ഞത് ശരിയാണ്, ഞാൻ മുഹമ്മദിനെ പടച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ നിങ്ങളെ അതിൽ അല്ലാഹുവിന്റെ റസൂൽ വരുമ്പോ ഈ ആശൂറായിന്റെ രാത്രിയിൽ മദീനയിലേക്ക് സമ്മാനം കൊടുത്തേക്കാൻ കൽബിന്റെ സ്നേഹത്തിന്റെ വാതായനങ്ങളൊന്ന് തുറന്നു വെച്ചേക്ക് ചെറുപ്പക്കാരാ. പലർക്കും വേണ്ടി വിളിച്ചിട്ടില്ല, പട്ടാപ്പകലിന്റെ നട്ടുച്ചയിൽ വിശപ്പ് സഹിച്ചുകൊണ്ട് ഭക്ഷണത്തിന്റെ ക്രമം തെറ്റിയിട്ട് പല ആളുകൾക്കും വെയിൽ കൊണ്ടുകൊണ്ട് മുദ്രാവാക്യം വിളിച്ചവരല്ലേ മുസ്ലിമേ? നമ്മുടെ മുദ്രാവാക്യം സ്വലാത്താ, അതുകൊണ്ട് വിളിച്ചോ മുഹമ്മദ് മുസ്തഫ. ഖുയ്റ സുലൈമാനു ബൈനൽ ഇൽമി വൽ മുൽക്കി വൽ മാലി. സുലൈമാൻ നബി അലൈഹിസ്സലാമിനോട് അല്ലാഹു ഈ രാത്രിയിൽ പറഞ്ഞു, സുലൈമാനെ നിങ്ങൾക്ക് രാജാധികാരാണോ വേണ്ടത്, നിങ്ങൾക്ക് പൈസയാണോ വേണ്ടത്, നിങ്ങൾക്ക് ഇൽമാണോ വേണ്ടത് എന്ന് വെച്ച്. അതാ ഇവിടെ ബഹുമാനപ്പെട്ട ആദ്യം പറഞ്ഞ പിന്നെ കണ്ണ് നിറഞ്ഞുപോയി. ഇവിടെ റഹ്മാനികളുണ്ട്, ഇവിടെ ഹുദവികളുണ്ട്, വാഫികളുണ്ട്, സ്റ്റേജിലടക്കം ബാക്കവികളുണ്ട്. ഇതൊക്കെ നിങ്ങളെ നന്മയാണ്. അതന്നെയാണ് നന്മ. ഇനി എന്താ വേറെ നന്മ? ഇതന്നെയാണല്ലോ നന്മ. ദുന്യാവ് കുറെ ഉണ്ടായിട്ട് എന്താ കാര്യമുള്ളത്? ഈ ദുന്യാവ് അല്ലാഹു തആല ഇഷ്ടമുള്ളവർക്കും കൊടുക്കും, ഇഷ്ടമില്ലാത്തവർക്ക് കുറച്ച് കൂടുതലും കൊടുക്കും. അമേരിക്കൻ പ്രസിഡന്റിന് ദുന്യാവ് ഉണ്ടല്ലോ, താജ് നിസ്കരിക്കുന്ന ആളാ അല്ല? എന്താ അല്ലല്ല എന്ന് പറഞ്ഞ ആളെടുത്ത് എത്ര ദുന്യാവുണ്ട്? കൊടുക്കുന്നവർക്ക് ഒരു കണക്കില്ല, അതങ്ങോട്ട് അങ്ങനെ കൊടുക്കും. അതന്നെ. പിന്നെ വേറൊരു കാര്യം മനസ്സിലാക്കാനുള്ള എന്താ അറിയോ? ദുനിയാവ് എന്ന് പറഞ്ഞാൽ മളുമൂന, ആഖിറ എന്ന് പറഞ്ഞാൽ മത്ലൂബ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല. ഞാൻ ഒന്ന് പറഞ്ഞുതരാം. ദുനിയാവ് അല്ലാഹ് പറഞ്ഞിട്ടുണ്ട് ഞാനത് തരാ എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് അധ്വാനിക്കണം അധ്വാനിക്കണ്ട അങ്ങനത്തെ കണക്കൊന്നും അല്ലാഹ് പറഞ്ഞിട്ടില്ല. ദുനിയാവ് ഓരോരുത്തരെ പഠിച്ചാൽ അവർക്ക് ജീവിക്കാനുള്ള ഭക്ഷണം അല്ലാഹ് അങ്ങോട്ട് എത്തിച്ചേരുന്ന. അവിടെ ഖുർആനിലെ ഒരു 10-25 ആയത്ത് അധ്വാനിച്ചാലേ തരുള്ളൂ, അധ്വാനത്തിന്റെ തോതനുസരിച്ച് തരും, ഇങ്ങനെ ഒന്നുമില്ല. പക്ഷെ ആഖിറ അല്ലാഹ് അധ്വാനിച്ചാലേ തരുള്ളൂ. അത് ലോട്ടറി അടിക്കാൻ പ്രയാസം. നമ്മളിപ്പോ ചെയ്യണ എന്താ? അധ്വാനിച്ചാലും അധ്വാനിച്ചിട്ടില്ലെങ്കിലും കിട്ടണ ദുന്യാവ് അതിനു വേണ്ടി ഒരുപാട് അധ്വാനിക്കണം. മത്ലൂബായ ആഖിറ, അധ്വാനിക്കണമെന്ന് പ്രത്യേക കൽപ്പനയുള്ള ആഖിറ അങ്ങോട്ട് വലിച്ചെറിഞ്ഞിട്ടുണ്ട്. ആഖിറത്തിനെ വലിച്ചെറിഞ്ഞിട്ട് ദുന്യാവിന്റെ ബാക്കിൽ പോകാൻ ഇത് അടുത്ത ഒരാൾ എന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, സാറേ എത്ര കടലിൽ ഇറങ്ങിയാലും വൈകുന്നേരം വരെ പണിയെടുക്കാനല്ലാതെ ഒരൊറ്റ മീനും കിട്ടണില്ല, അതുകൊണ്ട് ഞങ്ങള് ദർസുട്ടോൾക്ക് എത്ര പൈസ വേണമെങ്കിലും തരാം, നിങ്ങളൊന്ന് ദ്വാരന്നിട്ട് എനിക്ക് എന്റെ കുടുംബം പട്ടിണിയാവാണ്, എനിക്ക് കടലിൽ ഇറങ്ങിയാൽ നല്ല മീൻ കിട്ടണം, അതിന് ദ്വാരക്കണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ദർസുട്ടോൾക്കൊന്നും നിങ്ങൾ പൈസ തരണ്ട, അതിന്റെ മഹലിൽ തന്നെ കിട്ടുന്നുണ്ട്. പക്ഷെ ഞാൻ ഒരു കാര്യങ്ങളോട് പറയാം, അത് നിങ്ങൾ സ്വീകരിച്ചാൽ നിങ്ങൾക്ക് മീൻ കിട്ടും എന്ന് പറഞ്ഞു. അപ്പൊ ഇയാള് ഞാൻ തോപ്പൊന്ന് കുറിച്ചു കൊടുക്കും വിചാരിച്ചിരിക്കുന്നു. എന്നിട്ട് അതിങ്ങനെ മൂപ്പർ കായ്മ ഇങ്ങനെ തോണിമ വെച്ചിട്ട് ഇങ്ങനെ ഇറങ്ങണം തൊട്ട് ഒന്നായിട്ട്
ഒന്നായിട്ട് മീനേറ്റ് ഇങ്ങോട്ട് വരണം. അതിന് മൂപ്പര് എന്റെ ദിക്കർ ഇങ്ങനെ കാത്തിക്ക. അതിൽ ഞാൻ പറഞ്ഞു, നിങ്ങൾ 5 വക്ത് നിസ്കാരം കളാക്കൂലെന്ന് എനിക്ക് ഉറപ്പ് തരാണെങ്കിൽ മീൻ ഞാൻ വാങ്ങിത്തരാറ്. അത് വർഷം പണിയാണ്, നിസ്കരിക്കാൻ പണിയാണ്. എന്തേ? രാവിലെ തോണിയിട്ടാണ്ട് ഇറങ്ങിയാൽ പിന്നെ രാത്രി വരിക. അപ്പൊ ളുഹർ പോയി, അസർ പോയി, മഗ്രിബ് പോയി, ഇശ പോയി, സുബഹിയും പോയി. എന്നിട്ട് മൂപ്പർക്ക് അള്ളാനെടുത്ത് മീനും കിട്ടണം. ഇതിങ്ങനെ അയക്കണം ഇപ്പൊ സമൂഹം. കാരണം മത്ലൂബായ ആഖിറ ഒരു വിഷയമല്ല, മത്ലൂബായ ആഖിറ ഒരു വിഷയമല്ല. എന്റെ അടുത്തേക്ക് ഒരു വാപ്പ ഒരു കുട്ടിനേറ്റ് വന്ന് 23 വയസ്സായിക്കുന്നു. കഴിഞ്ഞ റമളാനിൽ അവസാനത്തെ 27ാമത്തെ ദിവസം, അന്ന് രാത്രി 27ആവാ. അപ്പൊ ഈ കുട്ടിനേറ്റ് വന്നിട്ട് എന്നോട് പറഞ്ഞു, ഉസ്താദേ ഉണ്ടാക്കി കുടുങ്ങിയതാണ് എന്നാണ്. അങ്ങ് കുടുങ്ങുമ്പോഴാലത് പറയാം. 23 വയസ്സായപ്പോഴാ കുടുങ്ങിയത് അറിയണത്. എന്തേന്ന് വെച്ചു, അല്ല ഒരു പണിക്കും പോണില്ല, ഇപ്പൊ ഇങ്ങനെ ഒറ്റ മുണങ്ങിയിട്ട് ഇങ്ങനെ ഏമ്പക്കം വിട്ട് കിടക്കാന്നല്ലാതെ ഒരു പണിക്കും പോണില്ല. വല്ലോടത്തും കൊണ്ടാക്കിയ വൈകുന്നേരം കട്ടന് വരെയാണ് മാന്ന് വിളിച്ചു വരിക. അപ്പൊ അതുകൊണ്ട് കുടുങ്ങിക്കണു ഉസ്താദ്, ഇടങ്ങറായിട്ട് പറയാണ്, നിങ്ങളൊന്ന് മന്ത്രിച്ചു കൊടുത്തിട്ട് മാറ്റണം എന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ നോക്കുമ്പോ ഇവന് പണിക്കുവാത്തൊന്നല്ല എനിക്ക് വലിയ പ്രശ്നമായി തോന്നി. ഇവൻ ഇങ്ങനെ കണ്ടപ്പോ എനിക്കൊരു മനുഷ്യനാണെന്നെ തോന്നുന്നില്ല. അല്ല ഇവന്റെ മുടിയൊക്കെ കൂടി ഇങ്ങനെ നിങ്ങൾ നോക്കിയാൽ മരക്കൊത്തിന്റെ താൽമുഖമൊക്കെ ആയിരുന്നു. നടുവിലൊരു 5-8 കെട്ട്, സൈഡിലൊന്നുമില്ല. എന്നിട്ട് താടി മീശൊക്കെ ഒന്നായിട്ട് വരണ്ടിക്കണം. എന്നിട്ട് വേണ്ട ഇങ്ങനെ ചിരിച്ച് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ഇവനോട് ചോദിച്ചു, പണിക്കുവാത്ത വേറെ വിഷയം, പണിക്ക് ഉണ്ടാക്കിയ ആൾക്കാർ പേടിക്കൂലേ, ഇതാദ്യം മാറ്റണ്ടേ? അപ്പൊ ഞാൻ ഇവനോട് ഇങ്ങനെ ചോദിച്ചു, ഇത് റമളാനാണല്ലോ, ഞാൻ ഇവനോട് മന്ത്രിക്കണതിന് മുമ്പ് മന്ത്രിക്കണില്ലേ, മന്ത്രിക്കണ സ്വഭാവത്തിന് പറ്റ പിന്മാറ്റം ഞാൻ കാണാനല്ല, വേറെ നമുക്ക് സമയമില്ല. അപ്പൊ ഞാൻ ഇവനോട് പറഞ്ഞു, എടാച്ചിന്ന് സുബഹി നിസ്കരിച്ചോന്ന് വെച്ചു. നിസ്കരിച്ചില്ല. അപ്പൊ ഞാൻ ചോദിച്ചു, ഇന്നലെ നിസ്കരിച്ചില്ല. അപ്പൊ ആപ്പനോട് നിസ്കാരത്തില് കുറച്ച് ബാക്കിലാണ്. അപ്പൊ ആരെ മന്ത്രിക്കണ്ടേ? അല്ല അപ്പൊ ആരെ മന്ത്രിക്കണ്ടേ? മോനെ ചിലപ്പോ ഒരു ആയത്തിൽ കുറിച്ച് ചോദ്യം മാറി കിട്ടും. ഇയാളുടെ മാല്ലെങ്കിൽ എത്ര ആയത്തിൽ കുറിച്ച് ഓതണം? കാരണം മോൻ നിസ്കരിക്കലില്ല എന്ന് മൂപ്പർക്കറിയാം. അതിന്റെ ഒരു പരാതി വാപ്പാക്കില്ല. വാപ്പനോട് പറഞ്ഞത് പണിക്ക് പോണില്ല. ഇത് നിസ്കരിക്കണ വാപ്പയാണ്, അതല്ല അത്ഭുതം. പള്ളിയിൽ ഒന്ന് നിസ്കരിക്കണ ഒരു വാപ്പാക്ക് 23 വയസ്സായ ഒരു മോനെ 5 വക്ത് നിസ്കരിക്കാത്തത് ഒരു പ്രശ്നമല്ല, പണിക്ക് പോണില്ല എന്നുള്ളതാണ് ഇപ്പൊ പ്രശ്നം. അതന്നെയാണ് ഇപ്പൊ ലോകത്തിന്റെ പ്രശ്നം. ഈ നാട് അതിന് എതിരാണെന്നുള്ളത് ദാരിമിന്റെ സംസാരം എനിക്ക് മനസ്സിലായി. അല്ലാഹു തആല ഖൈറും ബർക്കത്തും ചെയ്യട്ടെ. ഒന്ന് ആമീൻ പറയും, അല്ലാഹു ഖൈറും ബർക്കത്തും ചെയ്യട്ടെ. ഒന്നും കൂടി ആമീൻ പറയും, അല്ലാഹു ഖൈറും ബർക്കത്തും ചെയ്യട്ടെ. മക്കളെ നന്മ പ്രിയപ്പെട്ടവരെ സമ്പത്ത് കൊണ്ടല്ല, അത് ഇൽമ കൊണ്ടും അമല് കൊണ്ടുമാണ്. ഇനി ഞാൻ മറ്റൊന്നുകൂടെ പറഞ്ഞു തരാം. ഞാനത് പറഞ്ഞത് സുലൈമാൻ നബി അലൈഹിസ്സലാമിനെ ഓർത്തപ്പോഴാണ്. സുലൈമാൻ ബൈനൽ ഇൽമി വൽ മുൽക്കി വൽ മാൽ. സുലൈമാൻ നബി അലൈഹിസ്സലാമിനോട് അല്ലാഹു ചോദിച്ചു, നിങ്ങൾക്ക് ഇൽമാനോ വേണ്ടത്, നിങ്ങൾക്ക് പൈസയാണോ വേണ്ടത്, രാജാധികാരമാണോ വേണ്ടത്? കേട്ടോളൂ, ആശൂറായിൽ സുലൈമാൻ നബി അലൈഹിസ്സലാം തെരഞ്ഞെടുത്തു ഫഖ്താറൽ ഇൽമ. സുലൈമാൻ നബി അലൈഹിസ്സലാം ഇൽമിനെ അങ്ങ് തെരഞ്ഞെടുക്കുകയാണ്. അതിന്റെ ബർക്കത്ത് കൊണ്ട് ആതാഉല്ലാഹു സുലൈമാൻ നബി അലൈഹിസ്സലാമിനെ അല്ലാഹു കൊടുത്തു അൽ ഇൽമ, ഇൽമ കൊടുത്തു. ഇൽമിനെ തെരഞ്ഞെടുത്ത ബർക്കത്ത് കാരണത്താൽ, ഇൽമിനെ തെരഞ്ഞെടുത്ത ബർക്കത്ത് കാരണത്താൽ പിന്നെയും കൊടുത്തു വൽ മാല, സമ്പത്ത് കൊടുത്തു, വൽ മുൽക, അധികാരവും കൊടുത്തിരിക്കുകയാണ്. ലോകമാസകലം ഭരിച്ച ഭരണാധികാരികളിൽ പ്രമുഖനല്ലയോ സുലൈമാൻ നബി അലൈഹിസ്സലാം? അതിന്റെ കാരണം അല്ലാഹുവോട് ഇൽമ ചോദിച്ചു വാങ്ങിയ ദുആയുടെ ബർക്കത്താണ് എന്ന് മഹാന്മാര് പഠിപ്പിക്കുകയാണ്. അത് മൊത്തം അല്ലാഹു കൊടുക്കുന്ന ഈ ദിവസമാണ്. അപ്പൊ ഈ ദിവസം കുട്ടികളെ ഇൽമിന് വേണ്ടി പറഞ്ഞേക്കേണ്ട ദിവസം. ദുന്യാവും കിട്ടുന്നതാണ്, ദുന്യാവ് കിട്ടും. നിങ്ങൾ ഒരാള് ഗൾഫിൽ പണിയെടുക്കുന്നുണ്ട്, നിങ്ങളെ മോനെ പള്ളിയർസിൽ കൊണ്ടുപോയി ചേർത്തിട്ടുണ്ട്, അല്ലെങ്കിൽ വാഫിയിൽ കൊണ്ടു ചേർത്തിട്ടുണ്ട്, അല്ലെങ്കിൽ ദാറുൽഹുദയിൽ കൊണ്ട് ചേർത്തിട്ടുണ്ട്, എവിടെയെങ്കിലും കൊണ്ടോ. എന്നെ കണ്ടപ്പോ ഈ കുട്ടിയെ ഇങ്ങനെ ആക്കി ശരിക്കും ചിരിയൊന്നും വന്നിട്ടില്ല. ഒരു 4 പല്ല് പുറത്ത് കണ്ട്. അതിൽ വാപ്പ പറഞ്ഞു അൽഹംദുലില്ലാ, 1 മാസം. അങ്ങനെ പ്രസവിക്കപ്പെട്ട ആളല്ല, ഇടക്കാലത്ത് വന്നതാണ്. നരമ്പിന് എന്തോ മിസ്റ്റേക്ക് വന്നാണ്, അങ്ങനെ തളർന്ന് കിടന്നതാണ്. അല്ലാഹു തആല നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് കണ്ണിനോ മറ്റു അവയവങ്ങൾക്കോ ഉള്ള അസുഖം ഉണ്ടെങ്കിൽ അല്ലാഹു തആല യാക്കൂബ് നബി ഇസ്ലാമിന്റെ ബർക്കത്തുകൊണ്ട് ഈ രാത്രി നമുക്ക് ശിഫാ പ്രദാനം ചെയ്യട്ടെ. ബിൻ നബിയിൽ മുസ്തഫ മുഹമ്മദ്. അവിടെ വേറൊരു ഇശാറത്തും കൂടി, വലിയ പഠന നിർഭരമായൊരു സൂചന ഉണ്ട് കേട്ടോ. ഇതൊന്നും എല്ലാരും കേൾക്കണം. നിങ്ങൾക്ക് നേരം വൈകിയോ? ഇല്ലല്ലോ, എന്നതെല്ലാരും ഒന്ന് കേട്ടോളി. യാക്കൂബ് നബി ഇസ്ലാമിന്റെ കണ്ണിന്റെ കാഴ്ച പോയിട്ട് കരയാൻ കാരണം എന്താ നിങ്ങൾക്ക് അറിയോ? ഞാൻ പറഞ്ഞുതരാം.
യാക്കൂബ് നബി അലൈഹി ഇസ്ലാമും യൂസുഫ് നബി അലൈഹി ഇസ്ലാമാകുന്ന മകനും പൊരയിലിരുന്നിട്ട് ഒട്ടകത്തിന്റെ ശവായി, ഒട്ടകത്തിനെ വാട്ടി പൊരിച്ചിട്ട് അത് തിന്നുകൊണ്ട് കാണും. അപ്പൊ യാക്കൂബ് നബി ഇസ്ലാമിന്റെ ഒരു അയൽവാസി എത്തിക്കുട്ടിയുണ്ട്, പാപ്പ മരിച്ചിരിക്കുന്നത്. ആ കുട്ടി ഇറച്ചി പൊരിച്ച വാസന മൂക്ക് കൊന്നപ്പോ കരയാൻ തുടങ്ങി. ഉമ്മാനോട് പറഞ്ഞു എനിക്ക് ഇറച്ചിയാണെന്ന് പറഞ്ഞു. ഉമ്മ പറഞ്ഞു അത് അയൽവാസികളെ പെരയുന്ന മണക്കടം ഉണ്ടല്ലേ എന്ന് പറഞ്ഞു. അല്ലെ കുട്ടിക്ക് അയൽവാസി ഒന്നും ഇല്ല, ഇറച്ചിന് മണം കിട്ടിയ കുട്ടി കിട്ടണം എന്നല്ലാതെ എന്താ. കുട്ടി പിന്നെയും കരഞ്ഞു. ഉമ്മ പറഞ്ഞു ഉണ്ടല്ലേ നമ്മൾ അയൽവാസികളെ പെരയുന്ന ഇവിടുന്നല്ല, ഇവിടെ ഇറച്ചി വരുമ്പോൾ ഉമ്മാന്റെ കുട്ടിക്ക് തരാറുണ്ട്. പക്ഷെ ഈ കുട്ടി കുറെ ആണ്ട് കരഞ്ഞു. ആ സമയത്തൊക്കെ യാക്കൂബ് നബി ഇസ്ലാം യൂസുഫ് നബിക്ക് ഇറച്ചി ഇങ്ങനെ തിരിച്ചിരിക്കുകയാണ്. സത്യത്തിൽ ഇവിടെ ഒരു കുട്ടി ഇങ്ങനെ കരുണവരെ യാക്കൂബ് ഇസ്ലാമിനെ അറിയില്ല. അറിഞ്ഞാൽ ആ ഇറച്ചി തിന്നില്ല, അങ്ങോട്ട് കൊടുത്തേക്കും. അറിയില്ല, അറിയാതെ തിന്നതാണ്. പക്ഷേ ഈ ഇറച്ചി ഇവിടെ വെച്ച് തിന്ന കാരണത്താലാണ് ആ കുട്ടി അവിടെ കരഞ്ഞത് എന്നത് കൊണ്ടാണ്, ആ കുട്ടിയുടെ കരച്ചിലിന്റെ കാരണത്താലാണ് ഇതേ യാക്കൂബ് നബി ഇസ്ലാം യൂസുഫ് നബിയാകുന്ന ഇറച്ചി കൊടുത്തിട്ട് ചിരിക്കുന്ന ആ യൂസുഫ് ആകുന്ന മകനെ കുറെ കാലം പൊട്ടംകൊണ്ടിൽ കൊണ്ടിട്ടിട്ട് കാണാതാക്കിയിട്ട് യാക്കൂബ് ഇസ്ലാമിനെ കൊണ്ട് അള്ളാഹു തആല തിരിച്ച് കരയിച്ചത് എന്ന് മഹാന്മാരായ ആരിഫ്യങ്ങളൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടുന്ന് എന്താ പഠിക്കാളെന്ന് അറിയാം. നമ്മളെ പറയില് വലിയ കല്യാണം ഉണ്ടാക്കുക, വലിയ പന്തലിടുക, 200 പവന്, 10 ലക്ഷം റുപ്യ, 4 കോടിന്റെ വണ്ടി. എന്നിട്ട് നമ്മള് നാട്ടുകാരും സിനിമാ നടന്മാരൊക്കെ വിളിച്ചിട്ട് ഭയങ്കര ജഗഭോഗ കല്യാണം. അപ്പണ്ട് തൊട്ടടുത്തൊരു പൊര, അതിങ്ങനെ ചാഞ്ഞു നിൽക്കാണ്. ഒരു കാറ്റും കൂടി അടിച്ചാൽ പൊളിഞ്ഞോവും. അത് നിങ്ങൾ വേറെ സ്ഥലം നോക്കി പോകേണ്ടി വരും. അവിടെ പോയൊക്കെ ഒന്നായിട്ട് റിമ്പളാണ്. ഇടക്കിടക്ക് എലികൾ ഡാൻസ് കളിക്കുകയാണ്, പെരിച്ചാഴികൾ പ്രകടനം നടത്തുകയാണ്, പാറ്റകൾ ഘോഷയാത്ര നടത്തുകയാണ്. ചിലപ്പോ മഞ്ഞച്ചേരൊക്കെ അങ്ങനെ പോണേ കാണാം. ഇവന് അവിടെ ഒരു 5-6 പെൺകുട്ടികളുണ്ട്. ഒരു കുട്ടിന്റെ വയസ്സ് 27, മറ്റേന് വയസ്സ് 25, വേറൊന്ന് 23, പിന്നൊന്ന് 21, രണ്ടെണ്ണം 8, 20. ഇവര് നിന്റെ മോളിങ്ങനെ ചലിക്കുന്ന ജ്വല്ലറി ആയിട്ട് കോടിക്കണക്കിന് വിലപിടിപ്പുള്ള ആഡംബര വണ്ടിയിലേക്ക് ചലിക്കുന്ന ജ്വല്ലറി ആയിട്ട് ചുണ്ടിൽ ലിസ്റ്റിക് ഇട്ട് ചോപ്പിച്ചിട്ട് ഇങ്ങനെ അന്യ ആണുങ്ങളെയും കാണിച്ചിട്ട് ഉളുപ്പില്ലാതെ ക്യാമറക്കാരെ വന്ന് ഫോട്ടോ എടുക്കുമ്പോ അവിടെ അങ്ങനെ ചിരിച്ചു കൊടുത്തിട്ട് പോകുമ്പോ ഒരു പവന് കഴുത്തലണിയാൻ ഭാഗ്യമില്ലാതെ ഒരു പവൻ കിട്ടിയാൽ എനിക്കൊന്ന് ഇറങ്ങാമായിരുന്നല്ലോ, എനിക്ക് കിട്ടിയില്ലല്ലോ എന്ന സങ്കടത്തോടു കൂടി ദുഃഖത്തോടു കൂടി മണ്ണോണ്ട് തേമ്പി പിടിപ്പിച്ച് അലക വെച്ച് ഓലമേഞ്ഞ ആ വീട്ടിന്ന് മെല്ലെ ഒളിഞ്ഞു നോക്കുന്ന 5-8 പെൺകുട്ടികളുണ്ട്. നിന്റെ ഈ മോളി പോക്കുമ്പോ ആ മകളുടെ ശരീരത്തിൽ വരിഞ്ഞ് പൊടിഞ്ഞ ആഭരണ വിഭൂഷതയായ എന്റെ മോളെ നോക്കിയിട്ട് പൊട്ടി പൊട്ടി കരയുണ്ട്. ആ കണ്ണുനീര് മുതലാളി നിങ്ങൾ മരിക്കണിന് മുൻപ് തട്ടാതെ നിങ്ങൾ കബറിനുള്ളിൽ പോകില്ല. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അതാണ് ഇന്നത്തെ രാത്രി പഠിക്കാനുള്ള മറ്റൊരു പാഠം. നിങ്ങൾ പൈസക്കാരിനായിട്ട് പണിഞ്ഞാലും വേണ്ടിയില്ല, അണങ്ങിയാലും വേണ്ടിയില്ല, അള്ളാന്റെ ദീനാണ്. അതുകൊണ്ട് കുറെ ആൾക്കാരുണ്ട് അങ്ങനെ താൻ തോന്നിയമാരി നാണമില്ലാതെ പൊങ്ങച്ചത്തിന് വേണ്ടി കോടികൾ പൊടി പിടിക്കുക. അപ്പൊ ഉണ്ടാവും ഒരു പവൻ കിട്ടാതെ. നിങ്ങൾ തീരുമാനം എടുക്കുക. എന്താ തീരുമാനം എന്നറിയോ? ആ പൈസ നിങ്ങളുടെ ചുരുക്കി പിടിക്കുക. എന്നിട്ട് ഈമാനൊക്കെ ഒരു തീരുമാനം എടുക്കുക. എന്റെ മോളെ ഇറക്കുന്ന സമയത്ത് എന്റെ മഹല്ലിലെ ഒരു 4 പെൺകുട്ടികളെ ഞാനിത് ഇറക്കണേ, അള്ളാഹുവിന്റെ റസൂലുകളുടെ കൂടെയാണ്. ഇത് കാരണത്താൽ നിങ്ങൾ ആഖിറത്തിൽ രക്ഷപ്പെടും, ദുനിയാവിൽ രക്ഷപ്പെടും, നിങ്ങളെ ബിസിനസ് ഉഷാറാവും, ബർക്കത്തും കിട്ടും, ലാനത്ത് ഉണ്ടാവില്ല. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അല്ലെങ്കിൽ ഇതുണ്ടാ അതിന്റെ മേലെ ഉണ്ടാവും. ഞാൻ ഇതിന്റെ അടുത്ത് ഒരു സ്ഥലത്തേക്ക് വാങ്ങുന്നപ്പോ ജില്ല ഞാൻ പറയുന്നില്ല, കാരണം പുറത്ത് കേട്ടുകൊണ്ടിരിക്കേണ്ട. അതുകൊണ്ടാണ് എന്നോട് സംഘാടകർ, SKSF സംഘാടകർ പറഞ്ഞു അങ്ങോട്ട് നോക്കിക്കളി ആ പൊരയ്ക്ക് എന്തെന്ന് വെച്ചു. ആ പൊരയിൽ ഇവിടെ അടുത്തൊരു കല്യാണം നടന്നു. അവിടെ പന്തലിന് ചെലവാതി 28 ലക്ഷം റുപ്യാണ്. പന്തൽ, ഭക്ഷണത്തിനല്ല, പന്തൽ. ഈ പന്തലിന് 28 ലക്ഷം. അതിന്റെ ഉള്ളിലുള്ള ഭക്ഷണമല്ല, പിന്നെ പെണ്ണിന്റെ പോക്കും ആഭരണമൊന്നല്ല. അതൊന്നും 28 ലക്ഷത്തിന് ഒതുങ്ങൂല പന്തലിന്. പിന്നെ എന്താ ഉണ്ടായതെന്നറിയോ? ഉണ്ടായത് എന്തേന്ന് വെച്ചാല് ചെറുക്കനും പെണ്ണും എന്നാ മണവാണിയും മണവാട്ടിയും മണിയേറയ്ക്ക് എത്തിയില്ല. ഇടയിൽ തമിഴ്നാടിന്റെ ഉള്ളിൽ കുടുങ്ങിയിട്ട് ചമ്മന്തി ചെയ്യാതെ ഉണ്ടായത്. അതിനൊരു കാരണം എന്താ അറിയോ? അടുത്ത പൊരയിൽ ഇങ്ങനത്തെ 3-4 പെൺകുട്ടികൾ കരഞ്ഞോണ്ട് നോക്കിയത്. എന്താ കല്യാണം കഴിഞ്ഞാൽ മാറാത്ത തലവേദന വരുന്ന നിങ്ങളെ മോൾക്ക്? മെഡിസിൻ കുറെ കഴിച്ചാൽ എന്താ മാറാത്തത്? ഈ കുട്ടികളെ മനസ്സിന്റെ വേദനയാണ്, അത് അള്ള മാറ്റൂല. നിങ്ങൾ 2 മാസം ആശുപത്രി അഡ്മിറ്റ് ചെയ്തിട്ട് കുറച്ച് ലക്ഷങ്ങൾ ഇറക്കിയിട്ട് കാര്യമില്ല, മാറിപ്പോവില്ല. ഇവരെ തലേക്ക് കയറിയിട്ടുള്ള ഒരു വേദന ഉണ്ട്, ഇവരെ കൽബിൽ കയറിയിട്ടുള്ള ഒരു ഷോക്കുണ്ട്. അത് നിങ്ങൾ മാറ്റാതെ നിങ്ങളുടെ മകളെ ഏത് ഹോസ്പിറ്റലിൽ കൊണ്ട് അഡ്മിറ്റ് ചെയ്തിട്ട് ലക്ഷങ്ങൾ ഇറക്കിയിട്ട് ചികിത്സിച്ചാലും നിങ്ങൾ കാട്ടിക്കൂട്ടുന്നത്. ഈ രാത്രിയിലെങ്കിലും ഇതിനൊക്കെ പരിവർത്തനത്തിന്റെ ഒരു പടപ്പാട്ട് മുഴങ്ങണം കുടുംബത്തിൽ എന്നതുകൊണ്ടാണ് ഈ പറയുന്നത്. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇവിടെ അങ്ങനെ ഉണ്ടെന്ന് എനിക്ക് അഭിപ്രായമില്ല, ഇവിടെ ഉണ്ടോന്ന് എനിക്ക് അറിഞ്ഞൂടാ, ഇല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷെ ഇത് പല ആളുകളും കേൾക്കുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇവിടെ ഉള്ളവർ മാത്രമല്ല, ഇത് ലോകത്ത് പല ആളുകളും കേൾക്കുന്നുണ്ട്, അതുകൊണ്ടാണ്. അതുകൊണ്ട് ചിന്തിക്കണേ, ഒരു മാറ്റത്തിന് വേണ്ടി തിരികൊളുത്തേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ്.
യാക്കൂബ് നബി അലൈഹിസ്സലാം കരഞ്ഞ് കരഞ്ഞ് തളർന്ന കലങ്ങിയ കണ്ണിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല കാഴ്ച കൊടുത്തത് ഈ മുഹറം 10-ലാണ്. അയ്യൂബ് നബി അലൈഹിസ്സലാമിന്റെ രോഗം അല്ലാഹു മാറ്റി കൊടുത്തത് മുഹറം 10-ലാണ്. പോരാ, ലോകത്തേക്ക് ആദ്യമായി മഴ വർഷിച്ചത് മുഹറം 10-ലാണ്. മഹാനായ നൂഹ് നബി അലൈഹിസ്സലാമിന്റെ കാലത്തെ ജലപ്രളയത്തോടുകൂടി ഭൂമിയിൽ ഭക്ഷണം ഉണ്ടാക്കൽ നിർത്തിയിരുന്നു. രണ്ടാമത് സ്റ്റാർട്ട് ചെയ്തത് മുഹറം 10-ലാണ്. എന്തിനേറെ പറയുന്നു, മക്കയിലെ 13 കൊല്ലത്ത് ഖുറൈശികളുടെ മുശ്രിക്കുകളുടെ ക്രൂരമായ മർദ്ദന താണ്ഡന താടന പീഡനത്തിന് പാത്രീഭവിച്ചിരുന്ന ഹൃദയത്തിന്റെ ചൈതന്യമേ, അല്ലാഹുവിന്റെ മുത്തേ, ലോകത്തിന്റെ സത്തേ, മുത്തലി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുശ്രിക്കുകളുടെ കരാളഹസ്തങ്ങളിൽ കിടന്ന് പിടഞ്ഞ് ചതഞ്ഞമർന്നുകൊണ്ടിരിക്കുന്ന പീഡനാവസ്ഥയിൽ നിന്ന് അതാ ഹിജ്റയിലൂടെ പടച്ചവൻ രക്ഷപ്പെടുത്തിയതിന്റെ ആമുഖങ്ങൾ തുടങ്ങിയത് ഈ പരിശുദ്ധമായ മാസത്തിലാണ്. അല്ലാഹുവിന്റെ ഔലിയാക്കളിൽ പ്രധാനിയായിരുന്ന ഖുതുബുസ്സമാനായിരുന്ന സയ്യിദ് അലവിയുൽ മൻഫുറമി എന്ന് പറഞ്ഞുകൊണ്ട് തന്റെ മുരീദായിരുന്ന ഔക്കോയ മുസ്ലിയാരുടെ കയ്യിൽ ഭാവിയിൽ വരാനിരിക്കുന്ന സകല കാര്യങ്ങളെ കുറിച്ചും ദീർഘദർശനം നടത്തിയിട്ട് പ്രവചിച്ച പ്രോജ്വലമായ ബൈത്തുകൾ ഏൽപ്പിച്ച അല്ലാഹുവിന്റെ ഖുതുബായ മഹാനായ മഹ്റദങ്ങൾ പാപ്പ വഫാത്തായത് മുഹറം 7 തന്നെ. ഹുസൈൻ റളിയല്ലാഹു തആല അൻഹു കർബലയിൽ നിഷ്ഠൂരമായി വധിക്കപ്പെട്ടതും മുഹറമിലാണ്. അങ്ങനെ അങ്ങോട്ട് പറഞ്ഞാൽ മുഹറമിന്റെ മഹത്വം തന്നെ പറഞ്ഞു തീരൂല. അതുകൊണ്ട് ഞാൻ പറഞ്ഞു തുടങ്ങിയത് ഇത് വലിയ ഓർമ്മയുടെ ഒരു ദിവസമാണ് എന്നാ. നിങ്ങൾക്ക് തോന്നുന്നത് ഇപ്പൊ ഓർമ്മന്റെ ദിവസമാണെന്ന് എപ്പോഴും തോന്നിയിട്ട് ഇനിയും പറയണോ? ഇതൊക്കെ പറഞ്ഞിട്ട് ഇത് ഓർമ്മന്റെ ദിവസം തോന്നിയിട്ടില്ലേ? ഇനിയും പറയണോ? നമുക്ക് ആകെ ഓർമ്മ നോമ്പറക്കണ ദിവസമാണ്. പക്ഷെ ഇനിയും മുഹറമിന്റെ മഹത്വങ്ങൾ സുബേരയിരുന്നാ പറയും. അത്ര വലിയ ദിവസമാണ്. അതുകൊണ്ട് നാളെ എല്ലാരും നോമ്പ് വെക്കാം. ഇന്ന് നോക്കാൻ പറ്റാത്തവരെന്താ ചെയ്യാൻ? മറ്റന്നാൾ നോറ്റോളി. എന്നാലും 10-ന് മാത്രം ഒതുക്കരുത്. അതെന്താന്ന് വെച്ചാല് 10-ന് കാഫിര്യങ്ങളും നോക്കലുണ്ട്. കാരണം മുഹറം 10 മൂസാ നബി അലൈഹി ഇസ്ലാമുമായി ബന്ധപ്പെട്ട ഒരു ദിവസമായതുകൊണ്ട് ജൂതന്മാര് നോമ്പ് വെക്കണ ദിവസമാണ്. അപ്പൊ അള്ളാഹു പറഞ്ഞു നമ്മൾ അവരന്മാരാവണ്ട, എന്നാ നോമ്പും നൊഴിയും വേണ്ട, നമ്മളെപ്പോഴും കാഫിര്യങ്ങളിൽ നിന്ന് മാറിയ സംസ്കാരക്കാർ. അങ്ങനെ നമ്മൾ കുട്ടികൾ കണ്ടില്ലേ, ഇതിൽ ഈ 9-ന് നോമ്പ് വെക്കണം എന്നുള്ളതിൽ ഒരു പാടുണ്ട്. കൈന്റെ തലപ്പത്ത് ചേർത്തിട്ടരുത്. ഒന്നാമത്തെ പാഠം എങ്ങനെ മൂല്യരായത് കിട്ടുകയെന്ന് എന്താണെന്നറിയോ? 9-ന് കൂട്ടി നോക്കണം എന്ന് പറഞ്ഞു. അല്ലെങ്കിൽ മഹാന്മാർ പറഞ്ഞു 9-ന് നോക്കാൻ പറ്റാത്ത ഒരു 11-നും കൂടി കൂട്ടി നോക്കണം. കാരണം എന്താ? എന്നാ കാഫിര്യങ്ങളിൽ നിന്ന് അവരുടെ സംസ്കാരത്തിൽ നിന്ന് മാറിക്കാം. ഈ ചരട് കൈയിന്റെ തലപ്പത്ത് കെട്ടുക എന്നുള്ളത് ഇത് കാഫിര്യങ്ങളുടെ സംസ്കാരമാണ്. നമ്മളെ ചെറുപ്പക്കാരൊക്കെ കൈമ ചരട് ഇങ്ങനെ കെട്ടിയിട്ട് ഈ പൂവുള്ള ചരട് ഇത് ഏർവാടിന്ന് മന്ത്രിച്ചൂരി കൊടുന്നല്ല. ഇത് കാഫിര്യങ്ങളെ മുടിങ്ങനെ 4 ഭാഗത്തും ചെത്തിയിട്ട് നടുവിൽ ഇങ്ങനെ ബൈക്കോൽ കൊണ്ട് ഏറ്റിച്ചമാര് നിൽക്കൽ കാഫിര്യങ്ങളെ സംസ്കാരമാണ്. മുസ്ലിം ചെറുപ്പക്കാരങ്ങനെ നിൽക്കാൻ പാടില്ല. നെരിയാണിക്കപ്പെട്ട് തുണി എടുക്കുക എന്നുള്ളത് നസറാണികളെ സംസ്കാരമാണ്. മുസ്ലിം ചെറുപ്പക്കാരൻ ചെയ്യാൻ പാടില്ല. അതൊക്കെ മുഹറം 9-ന് നോമ്പ് വെക്കണം എന്ന് പറഞ്ഞ ആ കൽപ്പനയിൽ കിട്ടുന്നതാണ്. ഇനി ഓരോന്നും എണ്ണി പറയണ്ടല്ലോ. ബുദ്ധി കൂർമ്മതയുള്ളവർക്ക് അല്പവാചകം പോരെ, കാര്യം മനസ്സിലാകാ എന്തിനാ പിന്നേറെ. ഹയ്യാൽ അസ്സലാ എന്ന് പറയുമ്പോ പള്ളിയൊക്കൊന്ന് കയറണം. അത് മുസ്ലിമീങ്ങളെ സംസ്കാരമാണ്. കണ്ടോ, നാളെ ഒരു സ്ഥലത്ത് ഞാൻ വായിച്ചു, ഒരു പെണ്ണ് നേർച്ചാക്കിയാലോ ഇബ്ലീസിന് ഭക്ഷണം കൊടുക്കാൻ. ഇബ്ലീസിന് ഭക്ഷണം കൊടുക്കാൻ നേർച്ചാക്കി. അതിൽ പെണ്ണ് കുടുങ്ങിയാൽ ഇബ്ലീസിനെ കണ്ടിട്ടണ്ടേ. ഈ പെണ്ണൊരു മൊല്ലാക്കനുമായിട്ട് 10 വെച്ചു. മൊല്ലാക്കറിന് എന്താ ഞാൻ പറയണേ, ഇബ്ലീസിന് ഭക്ഷണം കൊടുക്കാൻ നേർച്ചാക്കിയപ്പോ എന്താ വീടാപ്പ എന്താ കാട്ടുക? എതിർ വീടണല്ലോ, എന്നെന്താ കാട്ടുന്നത്? മൊല്ലാക്കറിന് ഒരു കാര്യം ചെയ്യും, ഈ ജുമാഅത്ത് പള്ളിന്റെ ഗേറ്റിങ്ങിൽ പോയിക്ക, എന്നിട്ട് വാങ്ങ് കൊടുത്തതിന് ശേഷം പള്ളിയിൽ നിന്ന് ആരാ പോണെന്ന് നോക്കുക. ഓനാണ് ഇബ്ലീസ്, ഓനെ കൊണ്ടൊരു ചോറ് കൊടുത്താൽ മതി. എന്നെ നേർച്ച കൂടി കൊടുക്കും. അപ്പൊ ഈ ഒരു ഹദീസ് ഓതിയിട്ട് പറഞ്ഞു കൊടുത്തു, ബാങ്ക് കൊടുത്താ പള്ളിയിൽ നിന്ന് പോണാൻ എന്നെ ചെയ്താന്, ഓനെ കൊണ്ടുപോയിട്ട് ചോറ് കൊടുത്താൽ മതി എന്ന് നേർച്ച കൂടിക്കൊള്ളു. അതിൽ ഈ പെണ്ണ് ജുമാഅത്ത് പള്ളിന്റെ ഗേറ്റിന്റെ അവിടെ അങ്ങനെ പോയിരുന്നപ്പോ 11 മണിക്ക് അവിടെ കമ്മിറ്റി വാങ്ങാൻ തുടങ്ങിക്കണം.
കമ്മിറ്റി ആവണമെങ്കിൽ ബാങ്ക് കൊടുക്കുമ്പോ കമ്മിറ്റി ആവാൻ പിരിച്ചിരിക്കണം. അതിൽ ആദ്യം തന്നെ ജമാഅത്തിനേക്കാതെ പുറത്തിറങ്ങിയ സെക്രട്ടറിയാണ്. അതിൽ പെണ്ണ് പറഞ്ഞു, ആ പരീക്കൊന്ന് ഉച്ചക്ക് ഭക്ഷണത്തിന് തരണം, നിങ്ങൾക്ക് ഒരു നേരത്തെ ഭക്ഷണം തരാണ്. അത് സെക്രട്ടറി ഭയങ്കര സന്തോഷമായി. ആൾക്കാർക്കുള്ള ഒരു സ്നേഹമായി. ഉള്ളിലുള്ള മൂപ്പർ അറിയില്ലല്ലോ. അതിൽ മൂപ്പർക്ക് അങ്ങനെ സന്തോഷമായി. കുറച്ചും കൂടി കാലം സെക്രട്ടറി ആയിട്ട് നിൽക്കണം, ആൾക്കാരൊക്കെ മനസ്സിൽ അങ്ങനെ ജീവിച്ചിരിക്കണം. കാരണം ആ പെണ്ണ് എനിക്ക് നേർച്ചാക്കിയാണല്ലോ ചോറ്. ആ മഹല്ല സെക്രട്ടറി എന്നുള്ള കെയറോഫിലല്ലാതെ വേറെ എന്താന്നൊക്കെ ഇവരെ ഏതായാലും ചോറൊക്കെ വെച്ച് പായസം കുടിച്ചിട്ട് ഇങ്ങനെ ഇരുന്നിട്ട് പറഞ്ഞു, എന്തേ ഇപ്പൊ അങ്ങനെ പെട്ടെന്ന് നേർച്ചാക്കിയെന്ന് വെച്ചു. അതിൽ പെണ്ണറിഞ്ഞു, ഒന്നും ഉണ്ടായിട്ടല്ല, ഇബിലീസിന് ഒരു നേരത്തെ ചോറ് കൊടുക്കാൻ നേർച്ചാക്കീന്. അത് വീട് കിട്ടാത്തോണ്ട് ഞാൻ നമ്മളെ മൊല്ലാക്കനോട് പോയി ചോദിച്ചു. മൊല്ലാക്കൻ എന്നോട് പറഞ്ഞു, ബാങ്ക് കൊടുക്കുമ്പോ പള്ളിയിൽ നിന്ന് പുറത്തു പോണ ആൾ തന്നെയാണ് ഇബിലീസ്. അത് ആദ്യം പുറത്തു വന്ന് നിങ്ങളാണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് ഒന്ന് ചോറെന്നാണ്. അതിലാണ് കഴിച്ച ചോറൊക്കെ പുറത്തേക്ക് തന്നെ വന്നത്. ഏതായാലും ഇപ്പോഴത്തെ കമ്മിറ്റിക്കാരൊന്നും അങ്ങനെയല്ലാന്ന് എനിക്ക് മനസ്സിലാണ്. അത് ആരിമിന്റെ വർത്താനത്തോട് മനസ്സിലായി. പള്ളി അല്ല, നിങ്ങൾ എന്താ ചിരിക്കുന്നത്? എനിക്ക് അങ്ങനെ മനസ്സിലായി. അള്ളാഹു സുബ്ഹാനഹു വ തആല അതുകൊണ്ട് സമയത്ത് പള്ളിയിൽ കയറിയിട്ട് നിസ്കരിക്കാനുള്ള ഒരു യോഗ്യത നമുക്ക് തരട്ടെ. അതൊരു യോഗ്യതയാണ്. ഹയ്യാല സ്വലാ എന്നാണ് പറയുമ്പോ അങ്ങോട്ട് കയറിയിട്ട് ഒന്ന് നിസ്കരിക്കുക. അതൊക്കെയാണ് പക്വത, യോഗ്യത. ഭാവിയിൽ വരുന്ന കാര്യത്തെ പേടിയുണ്ടെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ മരിക്കും എന്ന് ഉറപ്പാണ്. ഇല്ലേ? അത് തീരുമാനമായിട്ടില്ലേ? അതിന് വേറെ ആൾ വരണോ? ഇന്നല്ലെങ്കിൽ നാളെ മരിക്കുന്ന ഉറപ്പല്ലേ? പൊട്ടെന്ന് രാത്രി മരിക്കൂല എന്ന് ആർക്കെങ്കിലും ഉറപ്പുണ്ടോ? ഇല്ല. അപ്പൊ പിന്നെ അതിനാണ്ട് ഒരുങ്ങല്ലോ വേണ്ട. ഞപ്പോൾ ഒരു ഗൾഫിലൊക്കെ പോകാൻ തീരുമാനിച്ച എത്ര നേരത്തെ ഒരുക്കം തുടങ്ങും നമ്മള്? ആ ഗൾഫ് പോക്ക് മുടങ്ങിക്കൂടെ? ടിക്കറ്റ് മിസ്സാവാ, അല്ലെങ്കിൽ അതിന്റെ മുമ്പേ മരിച്ചോവാ, അല്ലെങ്കിൽ അറബി വേണ്ടാന്ന് വെച്ചു. എന്റെ നാട്ടിൽ അങ്ങനെ ഒരാളുണ്ടായി. ഓന്റെ കാക്ക അവിടുന്ന് അറബിന് സോപ്പിട്ടിട്ട് ഒരു വീസൊക്കെ വാങ്ങിക്കൊടുത്തു. പിന്നെ അറബി ഇവൻ ഇവിടുന്ന് കയറാൻ നേരത്തെ പറഞ്ഞു ഓന്റെ ഫോട്ടോ ഒന്ന് കാണണം എന്നാണ്. അപ്പൊ ഇവന്റെ ഫോട്ടോ അറബിന്റെ മൊബൈൽ കാഴ്ച കൊടുത്തു. ഇവനാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ ആ മൊബൈലും ആകുമ്പോൾ മുടി കട്ടിങ് ഒക്കെ ഉള്ള ആളാണ്. അപ്പൊ ഇവൻ ഇങ്ങനെ നടുവിലൊക്കെ മുടിക്കെട്ടിട്ട് ഇടയിലൊക്കെ വരഞ്ഞും കണ്ട് ഇങ്ങനെ പാമ്പോയ കുറവന്റെ അരി ഇളിച്ചിങ്ങനെ നിൽക്കാം. ഇത് അറബി ഇങ്ങനെ കണ്ട പറഞ്ഞു, ഓ അപ്പോഴും നാട്ടിൽ കുടുങ്ങിക്കാണ്. അതിന് കാരണം മുടി ഇങ്ങനെ കെട്ടിയതാ. അപ്പൊ അങ്ങനെ അറബി വേണ്ടാന്ന് വെച്ചിട്ട് മുടങ്ങാം. പക്ഷേ ഖബർക്ക് പോണ യാത്ര മുടങ്ങൂലല്ലോ. അത് മുടങ്ങോ? അത് ഫോട്ടോ കണ്ടിട്ട് അസ്രായേൽ വേണ്ട നിൽക്കോ? മയ്യത്ത് കെട്ടിലാവുന്ന ഫ്ലൈറ്റ് മുടങ്ങോ? ടിക്കറ്റ് ആവുന്ന പിന്നെ റൂഹിനെ പിടിക്കൽ മിസ്സാവോ? അത് ആ സമയത്ത് അങ്ങോട്ട് നടക്കും. ഇന്ന് രാത്രിയാണ് അല്ല കണക്കാക്കിക്കണമെങ്കിൽ ഇന്ന് രാത്രി തന്നെ ആയിരിക്കും. രോഗം വേണ്ട, പ്രായം വേണ്ട, പിന്നെ കണക്കാക്കിയ സമയമായാലും അവിടെ ചെന്ന് മരിക്കും. അങ്ങനെ മരിക്കുമ്പോഴേ നമുക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി മരിക്കണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഈ ചിരിയും കളിയും സന്തോഷം അധ്വാനൊക്കെ അവിടെ ചിരിക്കാനുള്ള കാരണമാവണം. ഭൂമിക്ക് നമ്മൾ വന്നപ്പോ തന്നെ കരഞ്ഞോണ്ടാ വന്നത് അല്ലേ? നിങ്ങൾ ഇരിച്ചോണ്ട കരഞ്ഞോണ്ടല്ലേ? നമ്മൾ കരഞ്ഞിങ്ങനെ വരികയാണ്. അപ്പൊ മറ്റവരൊക്കെ ചിരിക്കാണ്. നമ്മൾ കരയുമ്പോ ഉമ്മ ചിരിക്ക, അമ്മായിമ്മ ചിരിക്ക, എല്ലാരും ചിരിക്ക. അന്തല്ലാത്ത ചില തള്ളാരും കുട്ടീനെ നുള്ളിയിട്ടവരും കള്ളാന്ന് പറയും. പിന്നെ ആ കുട്ടി കള്ളൻ തന്നെയാണ്. അങ്ങനെ കുന്നംകുളത്തെ ഒരാള് കള്ളനായി. ഈ ഉമ്മാക്ക് അന്തല്ലല്ലോ, ബാങ്ക് കൊടുക്കാനൊന്നും കുട്ടിക്ക് അപ്പൊ ഓർമ്മ ഉണ്ടാവില്ല. ഒരു പെണ്ണ് സമയം തെറ്റിയിട്ട് പ്രസവിച്ചു. 12 മണിക്ക് പ്രസവിക്കുന്ന ഡോക്ടർമാര് പറഞ്ഞത് അമ്മാര് ഒഴുങ്ങുന്ന ആൾക്കാർ തന്നെ വിഡ്ഢികളാ അല്ലേ? അപ്പൊ ഏതായാലും ഡോക്ടർ 12 മണിക്ക് പ്രസവിക്കുന്നതാണ്. 12:10 ആയപ്പോഴേക്ക് ഇവർക്ക് ഇങ്ങനെ തുടങ്ങി ഇളക്കാം. ഡോക്ടറെ തല്ലപ്പെട്ട ഡോക്ടറെ 12 മണി നാളെ എന്നൊക്കെ പറഞ്ഞാൽ നമ്മള് മെൻസസ് ബ്ലോക്കായ ഡേറ്റ് അനുസരിച്ചാ പറഞ്ഞായിരുന്നു. ഇവിടെ പേച്ച അവിടെയും പേക്കും. അല്ലാതെ അവർ ഔലിയാക്കളായതുകൊണ്ടല്ല, അവർ ഔലും പോയി നിന്ന ആൾക്കാരാ. അവലെ കറാമത്തല്ലത്. ഓലെ നമ്മളോട് ചോദിക്കും ലാസ്റ്റ് മെൻസസ് ഉണ്ടായിരുന്നാണ്. ആ ഡേറ്റ് നമ്മളാണ് പറഞ്ഞു കൊടുത്തത്. അതിനനുസരിച്ച് ഇവരെ മനക്കണക്കിൽ ഇങ്ങനെ കണക്കൂട്ടു. ഇത് കേട്ട നമ്മളായിരിക്കും ഔലിയാക്കളിൽ പെട്ട ഡോക്ടർ ഇട്ടോ. ഡോക്ടർ ഔലിയാക്കളിൽ പെട്ടല്ല, മനക്കണക്ക് പറയണ ആള്. അത് നമ്മളടുത്ത് പറഞ്ഞ വെച്ച ആളെ ഡേറ്റും വെക്കും. എന്നിട്ടാ 12 മണിക്ക് പ്രസവിക്കായിട്ട് 12:10 ആയപ്പോഴേക്ക് അങ്ങനെ അന്ന് തന്നെ പ്രസവിച്ചില്ല. പിറ്റേന്ന് ഇങ്ങനെ കുട്ടി പ്രസവിച്ചപ്പോ വല്യമ്മണ്ട അവിടെ പ്രസവിക്കപ്പെട്ട കുട്ടീനെ ഇങ്ങനെ തൊട്ടിട്ട് വല്യമ്മ ഒരു ബാങ്ക് കൊടുത്ത എത്ര നന്ന് അല്ല. നിങ്ങൾ നോക്കി നമ്മളൊരു സംസ്കാരം നോക്കുകയാണ്. നിങ്ങൾ എല്ലായിടത്തും ഇപ്പൊ അങ്ങനെ തന്നെയാണ്. ഇപ്പൊ ഈ മുഹറത്തിന് ഒരാള് മാസത ഓലന്റെ ഇടയിൽ കൂടി കണ്ട്, നമ്മളെ തെങ്ങിന്റെ പട്ടന്റെ ഇടയിൽ കൂടി അതില് വിളിച്ചിട്ട് ഉസ്താദേ എന്താ അലാക്കാ വരികയെന്ന് അറിയില്ല. എന്തെന്ന് വെച്ചു, ഞാൻ ഓലന്റെ പട്ടന്റെ ഇടയിൽ കൂടി മാസം കണ്ടു. സുബീസ്കരിച്ചില്ല, അത് അലാക്കൊന്നുമല്ല. ഓലന്റെ പട്ടന്റെ ഇടയിൽ കൂടി മാസം കണ്ട് എന്ത് അലാക്കാന്ന് ഒരലാക്കില്ല. ഓലന്റെ ഇടയിൽ കൂടി ആ ഓലയും കൂടി കണ്ടു എന്നല്ലാതെ വേറെന്താ? ഓലയും മാസം കൂടി ഒപ്പം കണ്ട എന്റെ ഇതില് കുറച്ചും കൂടി ഗുണം കിട്ടി. കാരണം തേങ്ങയും കൂടി കാണാൻ പറ്റി. ഇത് വെറുതെ ഓരോന്നങ്ങോട്ട് ഉണ്ടാക്കന്നെ. അല്ലെങ്കിൽ ഒരാൾ ഇങ്ങനെ പാടത്തുകൂടി നടന്നു പോണ്, അല്ലെങ്കിൽ കിണറ്റിക്ക് പാളി നോക്കി. അപ്പൊ മാസം കിണറ്റില് ഉസ്താദേ എന്റെ മോ മറ്റന്നാൾ അല്ല അബുദാബി പോണേ. എന്നിട്ട് എന്തേ അല്ല ഇന്ന് ഞാൻ കിണറ്റിന് മാസം കണ്ടു. കിണറ്റില് മാസം കണ്ട എന്താ മേലുള്ളത് കിണറ്റിലും കൂടി കണ്ടു എന്നല്ല.
ഇതൊക്കെ ഇങ്ങനെ കുറെ പെരുപ്പിച്ച് പറയാം. അല്ലെങ്കിലോ അല്ലെങ്കിൽ പരക്ക് കട്ടിൽ വെക്കുന്ന സമയത്ത് സ്വർണത്തിന്റെ മോതിരണ്ട് കട്ടിലിന്റെ അടിയിൽ വെക്കാം. അത് അഥവാ വെക്കാതെ വാതിൽ വെച്ചാ പിന്നെ ഇനി എന്തൊക്കെ അലാക്ക പൊരക്ക് വരാന്നറിയില്ല, മോതിരം വെക്കാൻ മറന്നു, ബിസ്മിയെല്ലാം മറന്നു എന്ന് പറയില്ല. ഇങ്ങനെ ഒരു വിഭാഗമായിട്ട് നമ്മൾ മാറി, വെറും ജുഹാലും ഫുസാക്കുമായിട്ട് മാറി. നിസ്കരിക്കണമെന്നില്ല, മാസം കണ്ട ഒരു ദിക്റുണ്ട്, അത് ഞാൻ ചെല്ലിയിട്ടില്ല ഉസ്താദേ, അതില്ല. വെള്ളത്തൂടി കണ്ട കുഴപ്പമുണ്ടെന്ന് ഒരൊറ്റ ഹദീസിലും ഇല്ല. പട്ടനുള്ളിൽ കൂടി കാണാൻ പാടില്ല എന്ന് അള്ളി പറഞ്ഞിട്ടില്ല. പക്ഷെ അതൊക്കെ ഇങ്ങനെ പെരുപ്പിച്ചു കൊണ്ടിരിക്കുക. ഒക്കെ ഏത് കാര്യം ഇപ്പൊ അങ്ങനെയാണ്. അപ്പൊ ഞങ്ങളവിടെ ഒരു പള്ളാണാൻ പോക്കുണ്ട്, ഇവിടെ ഉണ്ട് ഉണ്ടോ? എന്നിട്ട് എന്താ നടക്കാറ്? ഞങ്ങള് ഈ പോണ ഒരൊറ്റ പെണ്ണുങ്ങളും പള്ളാണൂല. പിന്നെ ഓരോരുത്തരെ പള്ള ആ പെണ്ണിന്റെ പള്ളമാര് തിന്നു വീർന്നു. ഈ പോണ ഒരൊറ്റ പെണ്ണുങ്ങളും പള്ളാണൂല. പിന്നെ നടക്കണ എന്താ വെച്ചാല് ഈ പോണ മുഴുവൻ പെണ്ണുങ്ങളും ആ പെണ്ണിന്റെ മാതിരി 9 തേഞ്ഞ് നിൽക്കുകയാണേക്കാരം. അപ്പൊ ചെറിയല്ലുമ്പോ ഒരു പൊന്തിമാരിയാണ്. അതിങ്ങനെ കണ്ടിട്ട് ഇവരെല്ലാരും തിന്നുകാണ്ട് പള്ള വീർപ്പിച്ചിട്ട് ഇങ്ങോട്ട് പോരാ, എന്നിട്ട് അതിന് പള്ളാണെന്ന് പേരിട. ഇതെന്നാ നല്ലൊരു അസലുമെന്ന് തുടങ്ങിയതാണ്. ഇതിന്റെ അസൽ എന്താ അറിയങ്ങള്? പഴയ കാലത്ത് ഗർഭിണികൾ അന്ന് പേറ് കീറല്ല, അന്ന് പേറ് അവിടെ പൊരയിൽ തന്നെയാണ്. ഇന്ന് പേറ് പൊരയിലുണ്ടോ? ഇല്ലല്ലോ. മര്യാദക്ക് ഒരു കുട്ടിനെ വരാൻ സമ്മതിക്കണമെങ്കിൽ അന്ന് കീറിയിട്ട് പൊളിച്ചു കൊണ്ടുവരികയാണ്. ദുനിയാവുക്ക് ഒരാൾ വരിക, കുത്തി കീറി കുത്താറാത്തിപ്പോ നടത്തി പൊളിച്ചിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരിക. അങ്ങനെയല്ലേ കുട്ടി നേരെ ഇങ്ങോട്ട് വരണ്ടേ? അപ്പൊ ഉള്ളിലുള്ളതൊക്കെ പുറത്ത് വരല്ലേ. നമ്മൾ മൂത്രയിക്കാൻ മുട്ടിയ ഡോക്ടറെ പോല വെള്ളം ഇങ്ങോട്ട് കുടിക്കാം, എന്നിട്ട് ബുക്ക് ചെയ്യാം. വെള്ളം കുടിച്ചു കിട്ടോ എപ്പോഴാ മൂത്രം വരികയെന്നറിയില്ല, ആണ്ട് വരാ. വെള്ളം കുടിച്ചാൽ മൂത്രം വരൂലേ എന്ന് പറഞ്ഞാല് കുട്ടി ഗർഭമുണ്ടായ കുട്ടി പുറത്തേക്ക് വരൂലേ? ആവശ്യമുണ്ടെങ്കിൽ ഡോക്ടറെ അടുത്തേക്ക് പോവാ. അഞ്ഞിന്റെ പെണ്ണുങ്ങളെ കൊണ്ടുണ്ടോ നിങ്ങൾ നോക്കണ്ട, ആവശ്യമുണ്ടെങ്കിൽ പോവാ. പക്ഷെ ഇത് ഒരു വലിയ രോഗമായിട്ട് നമ്മളാണ് കണക്കൂട്ടി. അപ്പൊ അള്ളാഹു തആല ഒരു മുസീബത്ത് വെച്ച് ഒക്കെ ആശുപത്രിയിൽ ആക്കി. എന്നാ മുമ്പ് അങ്ങനെയല്ല. മുമ്പ് കുറെ തള്ളാര് 8-9 ഒരു 9-ാം മാസത്തിലേക്കാണ് പോകും. അതിനാണ് പള്ളാണല്ല എന്ന് പറഞ്ഞത്. എന്താണെന്നറിയോ? ആ കറുത്ത തുണി, വെള്ള കുപ്പായം, വെള്ള മൊക്കന, ഒരു 100 മണിന്റെ തസ്ബീഹ് മാല ചിറ്റിയിട്ട് കുറച്ച് തള്ളാര് പോകും. ഇത് ഓരോന്നും 10ഉം 12ഉം പ്രസവിച്ചാണ് പോണത്. എന്നിട്ട് ഓളെടുത്താണ് പോയിരിക്കും. ഇന്ന് അങ്ങനത്തെ ഒരു ചിത്രം തന്നെ ഇല്ല. തള്ളാര് കുറച്ചൊക്കെ ഉണ്ട്, പക്ഷെ ആ കറുത്ത തുണി വെള്ള കുപ്പായൊക്കെ പോയിക്കൊണ്ട് ഇപ്പൊ തള്ളാരും ചുരിദാറിടാണ്. ഇടാനൊന്നും വയ്യ. പേരക്കുട്ടികൾ ബാക്കെ പോയിട്ട് പൊന്തിച്ചു കൊടുക്കുക. എന്നിട്ട് ഇങ്ങനെ കണ്ണാടിയിൽ നോക്കിയിട്ട് എല്ലാ ഇടുക്കിലും കുമ്മായിട്ട് അടക്കാണ് പൗഡർ ഇട്ടിട്ട്. എന്നിട്ട് ഇങ്ങനെ നോക്കുക, തൊള്ളയില് പല്ലൊന്നുമില്ല, നമ്മളെ റബ്ബർ ബന്ധ് കീറിയ മാതിരി. എന്നാലും ഇങ്ങനെ കുറെ ഈ പള്ളാണല്ലി തള്ളാരും പോകൂല, ഒക്കെ ചുറുചുറുക്കുള്ള പെൺകുട്ടികള്. എന്നിട്ട് അങ്ങോട്ട് പോയിട്ട് പഴയ കാലത്ത് ഈ തള്ളാരൊക്കെ കൂടി പോയിട്ട് എന്താ ചെയ്തിരുന്ന കാര്യങ്ങള്? ആ പെണ്ണിന്റെ ചുറ്റോറാണ്ട് കൂടും. എന്നിട്ട് ഒരു ഉമ്മ വേറെ അങ്ങോട്ട് ഒയ്യും, മോളെ ഞാൻ 12 പ്രസവിച്ചതാ, ഇനി പൂതില്ലായിട്ടല്ല നടക്കായിട്ടാണ്. അതുകൊണ്ട് എന്റെ കുട്ടി ഒരു ബേജാർ. എന്താണ് ആ പ്രസവത്തിന്റെ 13ാമത്തെ പ്രസവമൊക്കെ എന്താ സുഖം എന്നൊക്കെ പറയുമ്പോ ഇവൾക്ക് തോന്നും ഇപ്പൊ തന്നെ ആണ് പ്രസവിച്ചാലോ തോന്നും. അപ്പൊ 2ാമത്തെ തള്ളാരും അവരെ ഭാഷയിൽ എനിക്ക് 11 ഉണ്ടായി, എന്തോ ആ പ്രസവം എനിക്ക് സ്വർഗത്തിന്റെ മണം അങ്ങനെ പിടിക്കാന്നൊക്കെ പറയുമ്പോൾ ഇപ്പൊ തന്നെ അങ്ങനെ പ്രസവിച്ചാലോ. ഇവര് 10-11 തള്ളാരെങ്ങനെ ഉള്ള അവിടെ ഒരു മിക്സറോ അല്ലെങ്കിൽ കട്ടൻ ചായ ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ കുടിച്ച് അവളെ സമാധാനിപ്പിച്ച് ഇങ്ങനെ പോരുമ്പോഴത്തേനും ഓൾക്ക് ഒരു ടെൻഷനും പിന്നെ ഉണ്ടാവില്ല. ഓൾ ഇങ്ങനെ പ്രസവത്തിന്റെ സമയം ഇങ്ങനെ കാത്തിക്കാണ്. ഇന്ന് അങ്ങനെയല്ല. ഇന്ന് പോണ ചെറുപ്പക്കാരെയൊക്കെ കൂടി അവിടെ വട്ടാൾ നിൽക്കും. എന്നിട്ട് ഇങ്ങനെ ഒരാളിങ്ങനെ വേറുമൊക്കെ ഇങ്ങനെ നോക്കും. ആ നോട്ടം കണ്ടാൽ തന്നെ പേടിയോ. നോട്ട് ബത്തക്കമ്മ മേടനായി ഇങ്ങനെ മേടും. ഇതൊരു ഒച്ച ഉണ്ടല്ലോ. പിന്നെ പൊന്തിക്കണ വേറുമ്പോ മേടി ഒച്ച ഉണ്ടാവൂലേ? ഇവളെ പേടിപ്പിക്ക. അപ്പൊ മറ്റാള് എന്റെ വാര കുറച്ച് മുമ്പൊക്കാണ് വേജാറായുണ്ട്. അപ്പോക്കന്റെ ഓൾക്കും കുറച്ച് മുമ്പൊക്കെ ഇനി കുട്ടി മരിച്ചിനല്ലോ. എന്റെ മരിക്കൊന്നും ചേട്ടാ ഇവിടെ നോക്കാണെ ഓരോ വീടില് ഈ വാര മുമ്പൊക്കാന്ന്. പിന്നെ ഗർഭം എന്ന് പറഞ്ഞാൽ പിന്നിക്കല്ലല്ലോ, മുമ്പ് അതിങ്ങനെ പറഞ്ഞു പോയി. ഇങ്ങനെ ഒരു 10-11 ആൾക്കാർ എന്തൊക്കെ പറയും. ഇവരാണ്ട് പോയാൽ പിന്നെ പെൺകുട്ടി കാണാൻ ഉറക്കം കിട്ടണില്ല, കിടത്തം കിട്ടണില്ല, തിന്നിട്ട് പോണില്ല. അപ്പൊ കാണാൻ അമ്മോശനെ വലിയൊരു നൂലും കെട്ടെടുത്തിട്ട് പള്ളിയൊക്കെ എന്നിട്ട് ഉസ്താദിന്റെ റൂമിൽ മുട്ടണം. ഉസ്താവ് ഉറങ്ങാം, ഒന്ന് മന്ദിരിച്ചൊരു മരോള് ഉറങ്ങണില്ല. എന്താ കാരണം? ആ പള്ളാണൽ ഉണ്ടാക്കിയതാണ്, വേറെ ഒന്നല്ല. ഇങ്ങനെ അങ്ങോട്ടായി നമ്മളെല്ലാ സംസ്കാരം. ഇതിന്റെ അസല് ശുദ്ധിയിലേക്ക് മടങ്ങിയാൽ ഈ സമൂഹം നന്നാവും. പള്ളാണൽ ഉണ്ടാക്കണ്ടെന്നല്ല ഞാൻ പറയുന്നു. അതിന്റെ ഒരു അസല് പരിശുദ്ധി ഉണ്ട്, അതിലേക്ക് മടങ്ങണം. ഏത് കാര്യങ്ങളും അങ്ങനെയാണ്, ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. അപ്പൊ ഈ മുഹറം അത് തന്നെ 10 എന്നതൊരു വലിയ പരിവർത്തനത്തിന്റെ തിരികൊളുത്തേണ്ട രാത്രി തന്നെ.
ഞാൻ വളരെ ചുരുക്കുകയാണ്. എന്നോടും നിങ്ങളോടും അവസാനമായും പ്രധാനമായും പിരിയുന്ന വസിയത്തായും എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത് പ്രധാനമായൊരു കാര്യം കൂടിയുണ്ട്. ഇത് വിചാരണയുടെ മാസമാണ്. മോനെ, നമ്മുടെ ശരീരം ഒരു രാഷ്ട്രമാണ്. ഈ രാഷ്ട്രമാകുന്ന ശരീരത്തെ ഭരിക്കുന്നത് ആത്മാവാകുന്ന മന്ത്രിയാണ്, റൂഹാകുന്ന റൂഹാകുന്ന മന്ത്രിയാണ്. എന്നാൽ നമ്മുടെ ശരീരത്തിൽ തന്നെ ഈ ശരീരത്തെ കുട്ടിച്ചോറാക്കാൻ വേണ്ടി അതാ നുഴഞ്ഞുകയറ്റം നടത്തുന്ന ഒരു പിശാചുണ്ട്. ആ പിശാചെങ്ങാനും നമ്മുടെ കൽബിലേക്ക് അങ്ങ് കയറിയാൽ, സ്വതറിലേക്ക് അങ്ങ് കയറിയാൽ, ഈമാനാകുന്ന സ്വത്ത് മോഷ്ടിച്ചാൽ പിന്നെ ശരീരം മുടക്കലാണ്. അതുകൊണ്ട് ഈ മുഹറം എന്നത് നമ്മുടെ പുതുവത്സരമാണ്. നമ്മുടെ പുതുവത്സരം ജനുവരിയല്ല. ജനുവരിയിൽ നമ്മളും ബന്ധമില്ല. നമുക്ക് ദിവസം മാറുന്നത് പൊന്നുപോലെ 12 മണിക്കല്ല, മഗ്‌രിബോട് കൂടിയാണ്. നമ്മുടെ പുതുവത്സരം മുഹറമാണ്. ആഘോഷം പടക്കം പൊട്ടിക്കലല്ല, നോമ്പ് നോൽക്കലാണ്. അതേ, ഇസ്ലാമിൽ ആഘോഷങ്ങളൊക്കെയും പലതും നോമ്പ് നോൽക്കലാണ്. പരിശുദ്ധമായ റമളാൻ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട മാസമാണ്. ആഘോഷം പട്ടിണിയാണ്. അറഫയിൽ വല്ലാത്ത സന്തോഷമാണ്. കാരണം കോടികൾ നരകത്തിൽ നിന്ന് സ്വർഗത്തിലെത്തുന്ന ദിവസമാണ്. ആഘോഷം പട്ടിണിയാണ്. മുഹറമിന്റെയും സന്തോഷം പട്ടിണി കിടന്നിട്ടാണ്. കാരണം മുസ്ലിമീങ്ങൾക്ക് ആഡംബരത്തോടെ ആനന്ദത്തോടെ കുടിച്ചും രമിച്ചും സുഖിച്ചും ചിരിച്ചും കളിച്ചും ആർഭാടം നടത്തിയോ ആഘോഷിക്കാനുള്ള അവസരമില്ല. നമ്മുടെ ആഘോഷത്തിൽ പൂർണ്ണമായും ഭൂരിഭാഗവും പട്ടിണിയിലാണ്. എന്താണ് മോനെ, നമ്മുടെ മുമ്പിൽ വരുന്ന ഓരോ കാര്യങ്ങളും ചിരിക്കാൻ വകയുള്ളതല്ല, ഭക്ഷണം കഴിക്കാൻ വകയുള്ളതല്ല. നമ്മുടെ നേരെ മുമ്പിലുള്ളത് മരണമാണ്. ചിരിക്കാന് പറ്റുമോ? പിന്നെയുള്ളത് ഖബറാണ്. ചിരിക്കാന് പറ്റുമോ? പിന്നെയുള്ളത് ഊട്ടാണതോടെ ഖബറിൽ നിന്ന് പുറത്തേക്ക് വരവാണ്. നേരെ സൂര്യന്റെ ചുവട്ടിലങ്ങ് പോയി നിൽക്കലാണ്. ഒരു നൂല് കൊണ്ടുപോലും നാണം മറക്കാതെ, പാദരക്ഷ ധരിക്കാതെ, തലയിൽ മുടിയില്ല, ഓമയില്ല. അവിടെ ആദ്യമായി വസ്ത്രം ധരിപ്പിക്കപ്പെടുന്ന ഖലീലുല്ലാഹി ഇബ്രാഹീം. അപ്പോൾ ചില ചെറുപ്പക്കാർക്ക് തോന്നും മുഹമ്മദ് നബിയോ? അതിന് മോനെ, മുഹമ്മദ് നബിയുടെ വസ്ത്രം ഊരുന്നില്ല, സദാ വസ്ത്രത്തിൽ തന്നെ. അല്ലാഹുവിന്റെ റസൂൽ വിചാരണയ്ക്ക് വേണ്ടി ആവശ്യപ്പെട്ട ദിവസമാണ്. സ്വഹാബാക്കളതാ ഇരുന്നങ്ങ് പ്രവർത്തിച്ച കാര്യങ്ങൾ ചിന്തിച്ചിട്ട് കരയുകയാണ്. മഹാനായ അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് പാതിരാവിന്റെ ഉള്ളറയിൽ എണീക്കുകയാണ്. എന്നിട്ട് പൊട്ടി പൊട്ടി കരയുകയാണ്, സംസാരിക്കുകയാണ്. ആ സമയത്ത് ഇടക്കിടക്ക് ചാട്ടവാറെടുത്തുകൊണ്ട് തന്റെ ശരീരത്തെ അടിക്കുകയാണ്. എന്തിനാണ് അമീറുൽ മുഅ്മിനീൻ ചാട്ടവാറെടുത്തുകൊണ്ട് ശരീരത്തെ അടിക്കുന്നതെന്നറിയോ? ഉമർ ഇബ്നുൽ ഖത്താബിന്റെ പഴയകാലം ഓർത്ത് സങ്കടത്തോട് ശരീരത്തോടുള്ള ദേഷ്യം തീർക്കാൻ അടിക്കുക തന്നെ. ആ സമയത്ത് കവിളിലൂടെ ഒഴുകുന്ന ബാഷ്പമങ്ങനെ കുപ്പായം വരഞ്ഞ് താഴോട്ടൊഴുകുകയാണ്. ഉമർ ഇബ്നുൽ ഖത്താബിന്റെ മയ്യത്ത് കുളിപ്പിക്കുന്ന സമയത്ത് ആളുകളതാ ശരീരത്തിൽ അടികിട്ടിയ പാട് കാണുന്നു. മോനെ, 20ഓളം പ്രാവശ്യം നിരന്തരമായി നിങ്ങളുടെ നാട്ടിലേക്ക് ദുആക്ക് വേണ്ടി വന്നിരുന്ന ശൈഖ് മശായിഖിനാ
കുട്ടി ഉസ്താദ് ജീവിതകാലത്ത് സ്വന്തമായി ഖബർ കുഴിച്ചിരുന്നു. സമസ്തയുടെ സമ്മേളനം കഴിഞ്ഞ് തിരിച്ച് അതാ ആനക്കരയിലെത്തിയാൽ ആ താടി നീണ്ട വക്കാറുള്ള ഹൈബത്തുള്ള സുഹുദുള്ള തസവുഫുള്ള ഫിഖഹിന്റെ പാണ്ഡിത്യമുള്ള പണ്ഡിതനുകള് ആ ഖബറിലേക്ക് നോക്കി കരയുകയാ. അതിന്റെ സമീപത്ത് വെച്ചുകൊണ്ട് എത്രയോ തവണ ഖുർആൻ പാരായണം ചെയ്ത് ഖത്മ തീർത്തിരിക്കുകയാണ്. അതിൽ തന്നെയാണ് കോഴിക്കോട്ട് ഉസ്താദ് കിടക്കുന്നത്. അല്ലാഹുവേ, ഉസ്താദിന് ദറജോർത്തി കൊടുക്കണേ തമ്പുരാനെ. പൊന്നുമോനെ, ഏതൊരു നാമധേയത്തിലാണ് നമ്മൾ ഒരുമിച്ച് കൂടിയത്? സൈനുൽ ഉലമാ ചൊർശ്ശേരി ഉസ്താദ് പാതിരാവിന്റെ ഉള്ളറയിൽ എണീറ്റുകൊണ്ട് ചെയ്തുകൊണ്ട് താജ്ജുദിന് വേണ്ടി എണീറ്റുകൊണ്ട് മണിക്കൂറുകളോളം സുജൂദിൽ കിടന്നുകൊണ്ട് ശൈഖുന ഭക്തനിർഭരനായി പ്രാർത്ഥിച്ചുകൊണ്ട് പാതിരാവിന്റെ ഉള്ളറയിൽ പൊട്ടി പൊട്ടി കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. നാളത്തെ ലോകം ഓർത്തതാ. അവര് ഫിത്നയുടെ ആളുകളല്ല, ആളോ ഭിന്നിപ്പിന്റെ വക്താക്കളല്ല, കക്ഷിത്വത്തിന്റെ വക്താക്കളല്ല. മഹാനായ വലിയുള്ളാഹി ശംസുൽ ഉലമാ പാതിരാവിന്റെ ഉള്ളറയിൽ എണീറ്റുകൊണ്ട് പൊട്ടി പൊട്ടി കരയുകയാ. കൂട്ടുകാരിത് കണ്ട് സങ്കടപ്പെടുകയാ. എന്തിനാണ് ശൈഖുന കരഞ്ഞത്? അല്ലാഹുവിന്റെ കോടതി ഓർത്തിട്ടാണ് മുഅ്മിനേ. മഹാനായ മമ്പുറം തങ്ങൾ പാതിരാവിന്റെ ഉള്ളറയിൽ എണീറ്റുകൊണ്ട് കരയുകയാണ്. എന്തിനാണ് മമ്പുറം തങ്ങൾ കരഞ്ഞത്? അല്ലാഹുവിന്റെ കോടതി ഓർത്തിട്ടാണ്. ഉമ്മമാരെ, നമുക്കും പോകാനുള്ളതല്ലേ? അതുകൊണ്ടില്ല ചെറുപ്പക്കാരെ, ആരോഗ്യമുള്ളത് കൊണ്ട് അഹങ്കാരിയാകണ്ട. ഇന്ന് നീ ആരോഗ്യവാനായി കോമളനാണെങ്കിൽ നാളെ നീ പടുവൃദ്ധനാണ്. ഇന്ന് നീ മണിയറയിലെങ്കിൽ നാളെ നീ മണ്ണറയിലാണ്. തറവാടിത്തം കൊണ്ട് അഹങ്കാരം വേണ്ട. ആകാശത്തിന്റെ അമ്പളിക്ക് മുത്തം കൊടുപ്പൂർന്ന് നിൽക്കുന്ന പർവ്വത സമാനമുള്ള കൊട്ടാര വീട്ടിലാണ് നമ്മൾ അന്തി ഉറങ്ങുന്നതെങ്കിലോ നാളെ പോയി കിടക്കുന്നത് കൊട്ടാരമല്ല. 3 കഷ്ണം തുണിയിൽ പൊതിയപ്പെട്ട് മൂക്കുകൽപ്പം പഞ്ഞുമായി ഇരുട്ടുകൊണ്ട് പെയ്തിട്ട് തലമുറയായ മണ്ണറയിൽ പോയി കിടക്കേണ്ട മുമ്പിന് ഈ രാത്രിയിൽ നമ്മുടെ മനസ്സാന്തരങ്ങളില് പരിവർത്തനത്തിന്റെ പടപ്പാട്ട് മുഴങ്ങട്ടെ. അല്ലാഹു അവസരം നൽകട്ടെ. അതുകൊണ്ട് ഈ മാസത്തിൽ മാത്രം ഓർക്കേണ്ട പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ഓർത്തുകൊണ്ട് ഞാൻ അവസാനിപ്പിച്ചാണ്. എല്ലാവരും നോമ്പോറ്റവരും ക്ഷണിച്ചവരുമാണ്. ഞാൻ കുറച്ച് തിരക്കിലുമാണ്. അതുകൊണ്ട് ഒരു ചെറിയ ദുആയോട് കൂടി ഞാൻ നിർത്തുമ്പോൾ ഇരുന്നിട്ട് പ്രധാനപ്പെട്ട ഒരു വസിയത്ത് നിങ്ങളോട് പറയാണ്ട്. നിങ്ങൾക്ക് സമയമുണ്ടോ? ഒരു 3-4 മിനിറ്റും കൂടി സമയമുണ്ടോ? ഉണ്ടോ? എന്നാലും ഓപ്പറേറ്റർ ഒന്ന് നീക്കി എനിക്കൊന്ന് ഇരിക്കാൻ സൗകര്യം ഒന്നിരിക്കാൻ. ആരും അനങ്ങരുത്. ആരും ഈ ഇരുത്ത എല്ലാവരും ഇരിക്കാം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഈ യുദ്ധവും പറച്ചിലും ഈ അധ്വാനവും ഈ വേർപ്പും ഈ ഉറക്കൊഴിക്കലും ഇവിടെ നേരത്തെ ബഹുമാനപ്പെട്ട ദാരിമി പറഞ്ഞല്ലോ, പ്രിയപ്പെട്ട ചെറുപ്പക്കാർ പല സ്ഥലത്തും കഞ്ചാവും കള്ളും മണ്ണും പെണ്ണും ഒക്കെ ആയിട്ട് നടക്കുമ്പോൾ ഈ നാട്ടിൽ ഈ നന്മകൾക്ക് വേണ്ടി അവർ കൂട്ടായ്മയോടുകൂടി ഐക്യത്തോടുകൂടി മുന്നേറുകയാണ്. അവർക്ക് പിന്തുണ കൊടുക്കുന്ന കമ്മിറ്റിക്കാർ, അതുപോലെ പണ്ഡിതന്മാർ, ഉസ്താദുമാർ, നേതൃത്വം കൊടുക്കുന്ന ബഹുമാനപ്പെട്ട ഖത്തീബ്, ഒരുമിച്ചുകൂടി നമ്മളെല്ലാവരും ഇവിടെ ഈ നാട്ടിലല്ല പുറത്തുനിന്ന് ഒരുപാട് ആളുകൾ വന്നിട്ടുണ്ട്. ഇതൊക്കെ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്നതിന്റെ പേരിൽ ഒരുമിച്ച് കൂടലാണ്. ഇത് അല്ലാഹു തആല നാളെ ആഖിറത്തിൽ സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂടാൻ നമ്മളിൽ നിന്ന് കാരണമായി സ്വീകരിക്കട്ടെ.
അള്ളാഹുവിനെ കാണുക എന്നുള്ളതാണ് നമ്മളെ ഏറ്റവും വലിയ ലക്ഷ്യം. അള്ളാഹിനെ കാണുക. നമ്മളെ ഈ ബാത്തൊക്കെ അതിനു വേണ്ടിയാണ്. അള്ളാഹിനെ കാണുക എന്നുള്ളതാണ്. അതിന് കുറെ റുക്കു ചെയ്ത് നോക്കും, കുറെ സുജൂദ് ചെയ്ത് നോക്കും, കുറെ സുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞു നോക്കും. ഹജ്ജിന് പോയി നോക്കും. ഹജ്ജിന് പോണ എന്താ? അള്ളാഹിനെ കാണാനുള്ള ഭ്രാന്ത് ഇളകിയതാ. കാരണം ഭ്രാന്തന്മാര് ചെയ്യുന്ന പണിയാണ് ഹാജിമാർ ചെയ്യുന്നത്. ഭ്രാന്തന്മാരെന്താ ചെയ്യാ? ഇങ്ങനെ ചുറ്റി കറങ്ങും. ഹാജിമാരും ഇങ്ങനെ തവാഫ് ചെയ്യും. പിന്നെ ഭ്രാന്തന്മാരെന്താ ചെയ്യാ? അങ്ങാടിയിലുണ്ടല്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും. അതിനാണ് സൈ എന്ന് പറയാം. അള്ളാഹിനെ കാണാനുള്ള. പിന്നെ ഭ്രാന്തന്മാരെന്ത് ചെയ്യാ? കല്ലെടുത്തെറിയും. അതിനാണ് ജംറത്തുലൊക്കെ ഏറിയാന്നറിയാം. പിന്നെ ഭ്രാന്തന്മാരെന്താ ചെയ്യാ? ശരീരത്തെ ആക്രമിക്കും. മുടിയൊക്കെ ഇങ്ങനെ പിടിച്ചിട്ട് പറിക്കും, വടിക്കും. അതാണ് തഹല്ലുൽ എന്ന് പറയാം. അപ്പൊ കാണാനുള്ള അള്ളാഹിനെ കാണാനുള്ള ആ ഇഷ്കം ഒത്തിട്ട് ഭ്രാന്ത ഇളകി. എന്നിട്ടും അള്ളാഹിനെ കാണൂല. അപ്പൊ മുഅ്മിനായ മനുഷ്യ അവസാനം തീരുമാനിക്കും, നീ കണ്ണുകൊണ്ട് അള്ളാഹിനെ ഇവിടുന്ന് കാണാൻ പറ്റൂല എന്ന് തീരുമാനമാകുമ്പോ ഈ കണ്ണാണ്ട് അടക്കും. അതിനാണ് മരണം എന്ന് പറയാം. ഇനി കാണും. കാരണം പുതിയ കണ്ണാണ് കിട്ടുക. കണ്ണുകൊണ്ട് കാണാൻ പറ്റില്ല. വേറെ കണ്ണ് അള്ളാഹ് മരിച്ചാൽ തരും. അതുകൊണ്ട് അള്ളാഹിനെ കാണും. ഫമൻ കാന യർജു ലിഖാഅ റബ്ബിഹി ഫൽയഅമൽ അമലൻ സാലിഹാ. അങ്ങനെ അള്ളാഹുവിന്റെ ലിഖായിലേക്ക് ഉയർത്തപ്പെടുന്ന ഭാഗ്യവാന്മാരിൽ അള്ളാഹു നമ്മളെ പെടുത്തട്ടെ. ഇതൊക്കെ ആ അമലുൽ സാലിഹിന്റെ കൂട്ടത്തിൽ അള്ളാഹു തആല പെടുത്തി തട്ടെ. അങ്ങനെ അള്ളാഹിനെ കണ്ടുകൊണ്ട് സ്വർഗത്തിൽ സായുജ്യം അടയാൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചെന്ന പ്രധാനപ്പെട്ട ഒരു അമലുണ്ട്, ഒരു ഒറ്റമൂലിക. അത് ഈ രാത്രിയിൽ വളരെ ക്ലിക്കാവും. ഞാൻ എന്നാണ് പറയുന്നാലോ? അല്ല, നിങ്ങൾ പറയുന്നത് നടപ്പിലാക്കോ? ഒന്ന് ഇൻഷാ അല്ലാഹ് എന്ന് പറയും. ഈ ഭാഗത്ത് ഇൻഷാ അല്ലാഹ് അങ്ങോട്ട് വന്നിട്ടില്ല. ഇൻഷാ അല്ലാഹ് എന്ന് പറയല്ല. എന്താണെന്നറിയോ? ഇത് അള്ളാഹിന്റെ ദീനിന്റെ സാസാണ്. എന്തെങ്കിലും തരിക, വേറൊന്നുമല്ല. നിങ്ങളിപ്പോ കരുതിയിട്ടുണ്ടാവും 3 ദിക്റിപ്പ് വരുന്നുണ്ട് അല്ലേ? അതൊരു അമലന്നെ. ഒരു കാരക്കന്റെ ചീളുണ്ടെങ്കിലും കത്തിക്കാളുന്ന നരകത്തെ നിങ്ങൾ സൂക്ഷിക്കുക എന്ന് മഹാനരായ മുഹമ്മദ് മുസ്തഫ. അപ്പൊ മനസ്സിൽ നെയ്യത്തേക്ക പഠിച്ചോനെ, ഞാനിപ്പോ 2 മണിക്കൂർ നിങ്ങളോട് എന്തേ പറഞ്ഞിട്ടുള്ളൂ? ഈ ദിവസത്തിന്റെ വേറൊന്നും പറഞ്ഞിട്ടില്ല. ഇപ്പൊ ഈ 2 മണിക്കൂർ പറഞ്ഞതൊക്കെ അതാണ്. ഇനി ഇത് സുബിയരെ പറയാൻ പറ്റും. അപ്പൊ അത്ര വലിയ മഹത്വമുള്ള രാത്രിയാണ്. അതിൽ കൽബിൽ നീയത്തേക്ക പഠിച്ചോനെ, എന്റെ കച്ചവടം നന്നാണ്, അത് പൊളിയരുത്, എന്റെ കുട്ടികളെ ഹലാല അന്നം കൊടുത്തിട്ട് പോറ്റണം. അതുപോലെ പഠിച്ചോനെ, അറ്റാക്കൊക്കെ അധികരിക്കുന്ന കാലാണ്. അറ്റാക്കൊന്നും വരും, ക്യാൻസർ അധികരിക്കാം. ഇന്നൊരു സഹോദരി എനിക്ക് വിളിച്ചു പറഞ്ഞു, എന്റെ വയറ്റിൽ 5 കിലോ വലുപ്പമുള്ള വലിയ 2-3 തേങ്ങന്റെ വലുപ്പത്തിൽ ഒരു മുഴ ഉണ്ടായിരുന്നു, എത്തി ഒഴിവാക്കിക്കണം, ഇനി ആയുസ് കൂടാൻ വേണ്ടി നിങ്ങൾ ദ്വാരക്കണം എന്ന് എന്നോട് ഉച്ച വിളിച്ചു. മുഴ എങ്ങനെ വരിക? അതുകൊണ്ട് നീയത്ത് ചെയ്യാ, പഠിച്ചോൻ എനിക്ക് മുഴ ഉണ്ടായിരുന്നു. അതുപോലെ അള്ളാഹുവേ, എന്റെ മാനം ഈ കെടുത്തരുത്, മാനം കെടാതെ നാട്ടിൽ ഇങ്ങനെ ജീവിച്ചു പോകണം, എനിക്ക് മരിക്കുമ്പോ ഈമാൻ കിട്ടി മരിക്കണം, സ്വർഗം തരും. അതിന് റബ്ബേ, ഞാൻ ഈ മുഹറം 10 രാത്രിയില് എന്ന് പറഞ്ഞിട്ട് നിങ്ങളാണ് കണക്കൂട്ടിയാൽ മതി. ഇനി അവിടെ നിങ്ങൾ ആ ഉണങ്ങി 10 വെക്കരുത്. ഞാൻ ഈ വിശദീകരിച്ചൊക്കെ നിങ്ങളെ മനസ്സിലുണ്ടാവും. ഇതൊക്കെ അങ്ങോട്ട് കേട്ടാലും കാണാം, ആ ഇറച്ചിക്കാരൻ്റെ നിന്ന് വാങ്ങിയിട്ടുള്ള ചോരപ്പാടുള്ള ഒരു ഉണങ്ങിയ 10ന്റെ തൊട്ട് വെക്കണം. നിങ്ങളെ പോക്കറ്റിൽ ഇപ്പൊ കൈയിട്ടാൽ ചിലപ്പോ 500 കിട്ടും, ചിലപ്പോ 1000 കിട്ടും. ഞാൻ മിഞ്ഞാന്നേറ്റ് ഒരാൾ 10,000 കൈ കൊടുക്കുന്നത് ബക്കറ്റിലിടാനേ. ബക്കറ്റിലിടാൻ ഒരു അസീസ്ക്ക കൈ കൊടുക്കുന്നത് 10,000. അയാളും ബക്കറ്റിന് ബുദ്ധി ഇല്ലാത്തതുകൊണ്ട് അറിഞ്ഞിട്ടില്ല, ഞാനും നേരത്തെ അല്ലാതെ അത് അറിയില്ല. പിന്നെ ഞാൻ ദ്വാരക്കുമ്പോ വെറുതെ അങ്ങനെ പറഞ്ഞു, കയ്യില് 10,000 കൊടുന്ന അസീസ് ഖാനെ മൂപ്പര വർക്ക പറഞ്ഞുകൂടിയെന്നല്ല. അങ്ങനെ ചില മനുഷ്യന്മാരെ നേരെ മറിച്ചോ, ഇതൊക്കെ അങ്ങോട്ട് കേട്ടാലും കാണാൻ 5 ഉറുപ്പിക എടുത്ത് കാണ്ട് വരുന്നത്. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ഒന്നാണ് ചിന്തിക്കുക. ഇത് അള്ളാന്റെ റസൂൽ പറഞ്ഞ അഡ്രസ്സിലാണ് ചോദിക്കുന്നത്. ഈ കുട്ടികൾ SKSFന്റെ കുട്ടികൾ ആ കൊടി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് എവിടുക്ക എത്ര കൊടിയാറിയങ്ങള്? ഇത് സ്വർഗത്തുക്കുള്ള കൊടിയാണ്. കാരണം ഇത് തുടങ്ങിയത് അള്ളാന്റെ ഔലിയാക്കളാണ്. അല്ലാതെ ഇത് ആരെങ്കിലും വക്കാണം കൂടിയിട്ട് പരാജയപ്പെടുത്താൻ വേണ്ടി സുപ്രഭാതത്തിൽ വേരിയാടാ ചെല്ലിക്കൂടിയാടാ വേക്കരി നോടിയാടാന്ന് പറഞ്ഞതല്ല. ഇത് ഔലിയാക്കളാൽ വന്നൊരു രൂപമാണ്. അതുകൊണ്ട് ഇതിലുള്ളതൊക്കെ ഔലിയാക്കളുടെ മദതുള്ളവരായിരിക്കും. അള്ളാഹു തആല കൂട്ടത്തിൽ നമ്മൾ പെടുത്തട്ടെ. ഇത് സമൂഹത്തെ കഷ്ണാക്കാൻ തുടങ്ങിയതല്ല. കഷ്ണാക്കാൻ തുടങ്ങിയവര് ആ തുടങ്ങിയ ഷെഡുമായിട്ട് അങ്ങനെ ഇരുന്ന് ഉറങ്ങേണ്ടി വരും. അതല്ല, ഇത് സമൂഹത്തെ കഷ്ണാക്കാൻ തുടങ്ങിയതല്ല. ഇത് സമൂഹത്തെ സമുദ്ധരിക്കാൻ വേണ്ടി, അവരുടെ ഈമാനിക നിലനിൽപ്പിന് വേണ്ടി തുടങ്ങിയ. അവിടെ ഇത് പൊളിയില്ല ഇൻഷാ അല്ലാഹ്. കാരണം ഇത് തുടങ്ങിയത് കാലഘട്ടത്തിന്റെ ആരിഫാണ്, മഹാനായ വരക്കൊലുപ്പാപ്പ. അള്ളാഹു ദറജ ഉയർത്തി കൊടുക്കട്ടെ. അവരന്ന് ദ്വാരുന്നു, അള്ളാഹുവേ, ഞാൻ എന്റെ ദീനിന്റെ നിലനിൽപ്പിനാണ് സമസ്ത ഉണ്ടാക്കിയത്, അല്ലെങ്കിൽ ഇത് ഇവിടെ വെച്ചുകൊണ്ട് പൊളിക്കണേ റബ്ബേ എന്ന് ദ്വാരുന്നു. അതിന് ആമീൻ പറയാം. അന്ന് കണ്ണിയത്ത് ഉസ്താദ് ഉണ്ടായിരുന്നു, ഒക്കെ ഔലിയാക്കളായിരുന്നു. അതുകൊണ്ട് ഇത് ആഖിറത്തിന്റെ പാർട്ടിയാണ്. അള്ളാഹു തആല ഇഖ്ലാസോടെ പണിയെടുക്കാൻ നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ.
അതിന് നമ്മൾ കൊടുത്താൽ നമ്മളെ ദീന് രക്ഷപ്പെടും. അതുകൊണ്ട് മനസ്സറിഞ്ഞിട്ട് ദ്വാരക്കാൻ പോവാണ്. ചെറിയൊരു ദ്വാരം നമുക്ക് പിരിയണം. എല്ലാരും എണീറ്റിട്ട് ദാരി വന്നാണ്ട് മുമ്പ് കൊടുക്കുന്ന കയ്യില് പൈസ ആൾക്കാർ കൊടുക്കുന്നോ? ഞാന് നിങ്ങളാണ്ട് തന്നെ. അപ്പൊ ഞാന് ഒന്നാണ്ട് ഇറങ്ങി നിങ്ങള് എല്ലാരും ഒന്ന് എണീച്ച് നിങ്ങൾ വാങ്ങിക്കോളൂ, ഞാൻ ചൊല്ലിക്കോളാം തന്നെ. എല്ലാരും കയ്യിലുള്ള വലിയ വലിയ സംഖ്യ തരും. സലാത്തിൽ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം